السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. ഇൻഷാ അല്ലാഹ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ സമയം വൈകിട്ടെന്ന് തോന്നുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കാം. അപ്പോൾ നമ്മുടെ വിഷയം ദി ഇമ്പാക്റ്റ് ഓഫ് AI ഓൺ ഫത്വാസ് ആൻഡ് ഇസ്ലാമിക് സ്കോളർഷിപ്പ് എന്നുള്ളതാണ്. നമ്മളൊക്കെ AI കാലത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. സ്വാഭാവികമായി ഏതൊരു കാര്യത്തിനും നമ്മൾ ഡിപ്പെൻഡ് ChatGPT പോലെ അല്ലെങ്കിൽ പെർപ്ലക്സിറ്റി പോലെ അല്ലെങ്കിൽ ക്ലൗഡ് AI പോലത്തെ ഏറ്റവും അപ്ഡേറ്റഡ് ആയ ആപ്പുകളിലേക്ക് നമ്മുടെ ജീവിതം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈവൻ നമുക്കൊരു മെയിൽ ചെയ്യണമെങ്കിൽ, ഒരു മെയിലിന് റീപ്ലൈ ചെയ്യണമെങ്കിൽ വരെ നമുക്ക് AI ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരാം. അങ്ങനെ തന്നെയല്ലേ? കാരണം നമ്മളത് ഡിപ്പെൻഡ് ചെയ്യും തോറും നമ്മുടെ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി കുറയാണോ കൂടെയാണോ? കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമാണ്. കാരണം മനുഷ്യന്മാരെപ്പോഴും ഡിപ്പെൻഡബിൾ ആവാൻ ശ്രമിക്കുക. ഇപ്പോൾ ഫെസിലിറ്റീസ് ഉണ്ടാകും തോറും നമ്മൾ കൂടുതൽ അതിലേക്ക് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. സ്വാഭാവികമാണ്. അപ്പോൾ ഈ ഒരു സാധനത്തിന് നമ്മൾ ഒരു ഇസ്ലാമിക് സ്കോളർഷിപ്പിലേക്ക്, അതല്ലെങ്കിൽ ഫത്വ രംഗത്തേക്ക്, കലാ രംഗത്തേക്ക്, കലാവിൻ്റെ രംഗത്തേക്ക് നമുക്ക് എങ്ങനെ ഇതിന് നമുക്ക് കൊണ്ടുവരാൻ പറ്റും? അതല്ലെങ്കിൽ ഇത് എത്രത്തോളം നമുക്ക് എസ് എ മുഫ്തി, അതല്ലെങ്കിൽ എസ് എ മുജ്തഹിദ്, വളരെ വലിയ ടോപ്പിക്കുകളാണ്. മുജ്തഹിദിനെക്കാളും താഴെയാണല്ലോ മുഫ്തി. അപ്പോൾ എസ് എ മുജ്തഹിദ്, എസ് എ ഖാളി അല്ലെങ്കിൽ എസ് എ മുഫ്തി എന്ന് നമുക്ക് ഇതിനെ ഈ ചാറ്റ് ബോട്ടുകളെ അതല്ലെങ്കിൽ AI നമുക്ക് എത്രത്തോളം ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ടോപ്പിക്കിലേക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ 5 ഫ്രെയിം വർക്കിലൂടെയാണ് കടന്നു പോകാൻ താല്പര്യപ്പെടുന്നത്. ഒന്നാമത്തെ ക്ലാസിക്കൽ ഫൗണ്ടേഷൻസ്, അതായത് എങ്ങനെയാണ് ഫത്വയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നു. കാരണം ഫത്വയും ഇജ്തിഹാദൊക്കെ ഏകദേശം ഒരുപോലെ, അതല്ലെങ്കിൽ ഒരു കോയിൻ്റെ 2 ഭാഗമായിട്ട് വരും. കാരണം ഇജ്തിഹാദിൽ നിന്ന് ശരിക്കും അൽ ഫത്വ എന്ന് പറഞ്ഞാൽ പോലെ ഇജ്തിഹാദ് എന്നാണ്. കാരണം ഇഫ്താ എന്ന് പറയുമ്പോൾ ഇജ്തിഹാദാണ്, മുഫ്തി എന്ന് പറഞ്ഞാൽ മുജ്തഹിദാണ്, മുജ്തഹിദ് മുത്തലക്കിനാണ് നിരുപാധികമായി ഫത്വ കൊടുക്കാനുള്ള ഒരു എന്താ പറയുക, ശരീഅത്തിൽ അതിനൊരു സാധുത നമ്മൾ കൽപ്പിക്കുന്നത്. അപ്പം അയിമത്തുൽ മദാഹിബുൽ അർബഅയെ പോലത്തെ ഉസൂലിലും അതുപോലെ ഫുറൂഇലും ഡെപ്തുള്ള പണ്ഡിതന്മാരെയാണ് നമ്മൾ നിരുപാധികം അല്ലെങ്കിൽ ഇത്ലാഖ് മുഫ്തി എന്ന് പറയാറുള്ളത്. പിന്നീട് വരുന്നൊക്കെ മുഫ്തിക്ക് ശേഷം ഒരു ഖൈദ് ഉണ്ടാവും. അത് മുഫ്തി ഫിൽ മദാഹിബിൽ അർബഅ, ഫിൽ മദ്ഹബ് ഔ ഫിൽ മദാഹിബിൽ അർബഅ, അങ്ങനെ ഒരു ക്ലോസോട് കൂടെ നമ്മൾ സംസാരിക്കുള്ളൂ. കാരണം മുജ്തഹിദ് മുത്ലഖല്ല എന്ന കാരണം കൊണ്ട്. അപ്പോൾ ഇവിടെ എപ്പോഴാണ് നമുക്ക് വാട്ട് മേക്സ് എ ഫത്വ ലെജിറ്റിമേറ്റ്? ശരീഅത്തിൻ്റെ കൺസെപ്റ്റിൽ ഒരു ഫത്വ എപ്പോഴാണ് അത് ലെജിറ്റിമേറ്റ് ആയിട്ട് മാറാം? ഒരു ഫത്വ എപ്പോഴാണ് ഫത്വയാണ്? കാരണം നിങ്ങൾ ഈ ഫത്വ സ്റ്റഡീസിലൊക്കെ പഠിക്കുകയാണെങ്കിൽ കാണാൻ പറ്റും, അതിൽ ഫത്താവ ഷാദ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലേ? ഫത്താവ ഷാദായ ഫത്വകൾ ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ ഫിഖിൻ്റെ കിതാബിൽ തന്നെ നമ്മൾ മുത്താല ചെയ്യുമ്പോൾ ഫത്തുൽ മൊയ്നിൽ വരെ ചില ഷാദ അഭിപ്രായങ്ങളുണ്ടാവും. അത് പറഞ്ഞിട്ട് സൈനുദ്ദീൻ മഖ്ദൂം പ്രത്യേകം സൂചിപ്പിക്കും, ഇത് അവലംബിക്കാൻ പാടില്ല, ഇത് മദ്ഹബിൻ്റെ ജുംഹൂറിൻ്റെ അഭിപ്രായത്തിനെതിരാണെന്ന് പറയും, അല്ലേ? അതുപോലെ മറ്റു കിതാബിലേക്ക്, മിൻഹാജിലേക്ക് പോവുകയാണെങ്കിൽ, തുഹ്ഫയിലേക്ക് പോവുകയാണെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാൻ പറ്റും. അവിടെയൊക്കെ മദ്ഹബ് എന്ന് മുഅ്തമദ അഭിപ്രായത്തെ മാത്രം ആ ഇമ്മത്തുകൾ, അതല്ലെങ്കിൽ ഹാഷി എഴുതുന്ന ആളുകൾ, അതല്ലെങ്കിൽ ഷാരിയങ്ങൾ പ്രത്യേകം എടുത്തു കാണിക്കും, ഇത് അവലംബിക്കരുത്, ഇത് ഷാദാണ്, ഇത് ഹാദാ ഖൗലുൻ ഷാദ്, അല്ലെങ്കിൽ അത് തഫറദ ബിഹി ഇമാം വാഹിദ്, ഏതെങ്കിലും ഒരാളെ പേര് പറഞ്ഞിട്ട് മൂപ്പരുടെ മാത്രം അഭിപ്രായം എന്ന് പറയും. അപ്പോൾ ശരീഅത്തിൻ്റെ കൺസെപ്റ്റിൽ എപ്പോഴാണ് ഒരു ഫത്വ നമുക്ക് അത് മുഫ്താ ബിഹി, അത് ഫത്വ കൊടുക്കാൻ പറ്റുന്ന സലാഹിയത്തുള്ള ഒരു ഫത്വയെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുക? ഫത്താവ ഷാദാവാൻ പാടില്ല. ഇതിന് നമ്മൾ പറഞ്ഞ ഈ മദാഹിബ്, നമുക്ക് ലഭ്യമായ 4 മദ്ഹബുകൾ, ഈ 4 മദ്ഹബിൻ്റെ ഉസൂലുകൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ടുള്ള ഫത്വകൾ മാത്രമേ ഇന്ന് ലോകത്ത് മദ്ഹബ് അംഗീകരിക്കുന്ന ആളുകൾ അംഗീകരിക്കുള്ളൂ. അതല്ലാതെ പിന്നെ വിശാലമായ ഒരു സലഫി അപ്രോച്ച് ഉണ്ട്. ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും ഡയറക്റ്റ് ഇജ്തിഹാദ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്ന ആളുകൾ. പക്ഷെ അത് ലോകത്തിൻ്റെ സ്ട്രീം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ന്യൂനപക്ഷം മാത്രമാണ്. കാരണം കുറച്ചൊക്കെ വിവരമുള്ള ആരും അങ്ങനെ പറയില്ല. കാരണം നമുക്ക് തന്നെ അറിയാം, 10, 12, 15, 16 വർഷം പഠിച്ച ആളുകൾക്ക് തന്നെ ഒരു ഫത്വ കൊടുക്കാൻ മാത്രം നമുക്ക് യോഗ്യത ഉണ്ടോ?
നമ്മളെ വിലയിരുത്തിയാൽ മതി. അപ്പോൾ സ്വാഭാവികമായി അതിന് ശരീഅത്ത് മുന്നോട്ട് വെക്കുന്ന ഒരുപാട് ഷുറൂത്തുകളുണ്ട്. അതിലൊക്കെ ഞാൻ കിടക്കുന്ന എല്ലാവർക്കും അറിയുന്ന മഅറൂഫായ ഒരുപാട് ഷുറൂത്തുകളുണ്ട്. അത് അയാൾക്ക് ഖുർആനിക്ക് അറിവ് വേണം. അതുപോലെ അറബിക് ലാംഗ്വേജുമായി ബന്ധപ്പെട്ട് ഇമാമുന ശാഫിഈ തങ്ങളൊക്കെ ഒരുപാട് വർഷങ്ങൾ വെറും ലുഗത്ത് പഠിക്കാൻ വേണ്ടി മാത്രം അറബി ഗോത്രങ്ങൾക്കിടയിൽ പോയി ജീവിച്ചു എന്നാണ്. അല്ല, നമ്മൾ ആലോചിക്കുക എന്തിനാണ് ഇപ്പം ഇമാം ഷാഫി തങ്ങൾ ഈ ബദവികളായ അറബികൾക്ക് ഇടയിൽ പോയി ജീവിച്ചത്? ഒരു ലാംഗ്വേജ് പഠിക്കണമെങ്കിൽ അതിൻ്റെ അഹലുകാരെന്ന് പഠിക്കണം. നമ്മൾ ഇവിടുന്ന് അറബി പഠിച്ചാലും ഇംഗ്ലീഷ് പഠിച്ചാലും ഇംഗ്ലീഷിൻ്റെ എല്ലാ യൂസിങ് നമുക്ക് മനസ്സിലാവില്ല, നമുക്ക് അവരുടെ ഇടയിൽ പോയി ജീവിക്കുമ്പോഴാണ്. അപ്പം അതിന് വേണ്ടിയാണ് ഇമാം ഷാഫി തങ്ങളൊക്കെ 10-12 വർഷത്തോളം അവർക്കിടയിൽ പോയി ജീവിച്ചു ലാംഗ്വേജ് പഠിച്ചത്. എത്രത്തോളം പിന്നീട് ഇമാം ഷാഫി തങ്ങൾ ഹുജ്ജത്തും ഫില്ലുഹ, നമ്മൾ അറബി ഭാഷ വ്യാകരണം പഠിക്കുമ്പോൾ അതിന് തെളിവായിട്ട് ഷാഹിദായി നമ്മൾ ഒരുപാട് കവിതകൾ കൊണ്ടുവരാറില്ലേ? ഇംറുൽ ഖൈസിൻ്റെ കവിതകൾ പോലത്തെ ഒരുപാട് കവിതകൾ കൊണ്ടുവരും. എന്നതുപോലെ ഇമാമുന ശാഫിഈ തങ്ങൾ പിന്നീട് ലോകത്തിൽ വരെ എന്തായി എന്നുള്ളതാണ്, ഹുജ്ജത്തായി എന്നുള്ളതാണ്. കാരണം ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം ലോകത്താണ്. കാരണം നമുക്കൊരു നെസ് ഉണ്ട്, ഒരു ഖുർആനുണ്ട്, ഒരു ഹദീസ് ഉണ്ട്. ഈ നെസ്സിനെയാണ് നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്നത്. ഇതിനെയാണ് നമുക്ക് ലഭിച്ച അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ വന്ന ഒരു ഫത്വയാകുമ്പോൾ അവിടെ സംഭവിച്ച ഒരു വിഷയം, ഒരു കേസ്. ഈ കേസിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഖുർആനുമായിട്ടും ഹദീസുമായിട്ടും നമ്മുടെ മുന്നിലുള്ള മദ്ഹബിൻ്റെ കിതാബുകളുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യാണ്, അല്ലേ? അപ്പോൾ സ്വാഭാവികമായി ഇതിന് ആദ്യമായി അറിഞ്ഞിരിക്കേണ്ട ഒരു സാധനമാണ് ലാംഗ്വേജ് എന്നുള്ളത്. അപ്പോൾ ലാംഗ്വേജ് എന്നുള്ള വിഷയം നമ്മൾ എയിലേക്ക് വരുമ്പോൾ ലാംഗ്വേജ് പെർഫെക്റ്റ് ആണോ? അല്ലേ? ആണ്, അല്ലേ? നമ്മളൊരു ലാംഗ്വേജ് സ്ട്രക്ചർ ചെയ്യാൻ വേണ്ടി എന്തിനാ ഡിപ്പെൻഡ് ചെയ്യല്? തിസീസ് എഴുതുന്ന സമയത്ത് നമ്മൾ ലാംഗ്വേജ് ഒന്നുകൂടെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ അധികവും എഐകളെ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇതിന് ഫത്വകളുടെ മുഫ്തിയുടെ ഷുറൂത്തുകൾ, മുഫ്തി അഹ്ലിയത്തുൽ ഇഫ്താ എന്ന് പറയും. അഹ്ലിയത്ത് ഇഫ്താഹിനുള്ള യോഗ്യതകൾ എന്തൊക്കെയാണ്? അതൊക്കെ നിങ്ങൾ ഈ ഇബ്നു സലാഹ് തങ്ങളുടെ ഫത്താവ, ഇബ്നു സലാഹ് പോലത്തെ കിതാബുകൾ, ഇമാം നബി തങ്ങളുടെ മജ്മൂഇൻ്റെ മുഖദ്ദിമ, അതുപോലെ ഇമാം സുയൂത്തിയുടെ അദബുൽ ഫുത്തിയ, ആദാബുൽ ഇഫ്താ അല്ലെങ്കിൽ ആദാബുൽ ഇസ്തിഫ്താ വൽ മുഫ്തി, അങ്ങനെ ഒരുപാട് കിതാബുകൾ ഈ മേഖലയിൽ രചിക്കപ്പെട്ടെ. ഈ സാധനങ്ങളൊക്കെ വായിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഷുറൂത്തുകൾ കൃത്യമായിട്ട് മനസ്സിലാവും. അതിലേക്ക് ഞാൻ കൂടുതൽ കടക്കുന്നില്ല. അതുപോലെ രണ്ടാമത് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം AI കേപ്പബിലിറ്റീസ്, AIൻ്റെ ലിമിറ്റ്, അല്ലെങ്കിൽ AIക്ക് വാട്ട് AI ക്യാൻ ജെന്യൂൻലി ഡു, AIക്ക് നമുക്ക് എന്ത് തരാൻ പറ്റും എന്നുള്ളൊരു സാധനം. അതുപോലെ മൂന്നാമതായിട്ട് ലിമിറ്റേഷൻസ്, നമ്മൾ AIനെ ഒരു മുഫ്തിയായിട്ട് കാണുമ്പോൾ വരുന്ന ലിമിറ്റേഷൻസുകൾ. അതുപോലെ സോഷ്യൽ കോൺസിക്വൻസ്, നിലവിൽ AI ഉപയോഗിക്കുന്ന ഈ ഇഫ്താഹിന് വേണ്ടി AI ഉപയോഗിക്കുന്ന സംവിധാനങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ അതിൻ്റെ ലിമിറ്റേഷൻസ് എന്താണ്, അതിൻ്റെ ഒരു സിഹത്ത് എത്രത്തോളമാണ് എന്നുള്ളൊരു വിഷയം കൂടെ. അപ്പോൾ ആദ്യമായിട്ട് നമുക്കറിയാം ഇസ്ലാമിക് ലോ, ശരിയയിൽ അടിസ്ഥാനപരമായിട്ട് ഖുർആന്, സുന്നത്ത്, ഇജ്മാ, ഖിയാസ്, മുത്തഫഖ് അലൈഹിയായ അദില്ലത്തുകൾ, അതുപോലെ മുഖ്തലഫായ മറ്റൊരുപാട് ഓരോ മതത്തിലും വ്യത്യസ്തമാകുന്ന അല്ലെങ്കിൽ ഡിഫറൻ്റ് ആകുന്ന ഒരുപാട് അദില്ലത്തുകളുമുണ്ട്. അപ്പോൾ ഇനി നമ്മളിവിടെ ഫത്വൻ്റെ കേസിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ട് ഫത്വയിൽ 3 ഘട്ടങ്ങളാണ് വരും. ഒന്ന് മർഹലത്തു തസ്വീർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ വിഷയത്തെ തസവൂറാക്കുക. അപ്പോൾ നമ്മുടെ മുന്നിലേക്ക് ഒരു കേസ് വന്നു, ഒരു ത്വലാഖിൻ്റെ കേസ് വന്നു. ഫോർ എക്സാമ്പിൾ, നമ്മളെ കേരളീയ പശ്ചാത്തലത്തിൽ ഒരു ത്വലാഖിൻ്റെ കേസ് നമ്മുടെ മുന്നിലേക്ക് വന്നു. അതല്ലെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ നടക്കുന്നൊരു ഏരിയ മുആമലാത്ത്, നമ്മളെ ഇടപാടുകൾ. സ്വാഭാവികമായി നമുക്കറിയാം വേൾഡ് ഡെവലപ്പാണനുസരിച്ച് ദൈനംദിനം ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ് നമ്മൾ ഇൻട്രാക്ഷൻസുകൾ, നമ്മൾ സാമ്പത്തിക ഇടപാടുകൾ, കച്ചവടത്തിൻ്റെ രീതികൾ, അല്ലേ? നമ്മൾ ഒരു സമയം ഇവിടെ ഇരിക്കുമ്പോഴേക്കും ഈ ഒരു മിനിറ്റിൽ ലോകത്ത് ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഇതിനൊക്കെ എന്ത് വേണം? ശരീഅത്തിൽ എന്ത് വേണം? ഹുക്മ വേണ്ടേ? ഹുക്മ വേണം. കാരണം നമ്മൾ പറയാറുണ്ട് 5 ഹുക്മ് എല്ലാ വിഷയങ്ങളിലേക്കും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റണം. അവിടെയാണ് ആളുകൾ ഒരു ആലിമിനെ, ഒരു മുഫ്തിയെ ഡിപ്പെൻഡ് ചെയ്യുക, അല്ലേ? അപ്പോൾ ഒരു ഫത്വയാകുമ്പോൾ അതിൻ്റെ മുന്നിൽ കേസ് ആദ്യം വരണം, ഒരു പ്രശ്നം അവിടെ ഉണ്ടാവണം. അല്ലാതെ വെറുതെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഫത്വ കൊടുക്കാൻ പറ്റില്ല. ഫത്വ എന്നുള്ള എപ്പോഴും ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആദ്യം അവിടെ ഒരു സംഭവം ഉണ്ടായത്. അപ്പോൾ അതിനാണ് മർഹലത്തു തസ്വീർ എന്ന് പറയും. അപ്പോൾ ഈ ഉണ്ടായ സംഭവം എന്താണെന്ന് പഠിക്കണം. ഇപ്പോൾ ഒരു മെഡിക്കൽ കേസാണെങ്കിൽ ഒരു ആലിമിന്, ഒരു മുഫ്തിക്ക് ഓൻ മെഡിസിൻ അറിഞ്ഞോളണമെന്നില്ല. ഇപ്പം നമ്മൾ ഒരു മേഴ്സിയുടെ ഡെത്തുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മസ്തിഷ്ക മരണവുമായി ബന്ധപ്പെട്ട ഒരു കേസ് നമ്മൾ എടുക്കുകയാണ്. നമ്മുടെ മുന്നിലേക്ക് ഒരാൾ ഫത്വ ചോദിച്ചു വരികയാണെങ്കിൽ ഈ മുഫ്തിക്ക് ഇത് അറിഞ്ഞോളണമെന്നില്ല. അപ്പോൾ ഈ മുഫ്തി ഇത് അറിയാൻ വേണ്ടി അവരുടെ സഹായം തേടേണ്ടി വരും, ഡോക്ടർമാരുടെ സഹായം തേടേണ്ടി വരും,
അപ്പോൾ ഇതാണ് തസ്വീർ എന്ന് പറഞ്ഞ സാധനം. ഈ തസ്വീർ ഞാൻ വളരെ ചുരുക്കി പറയാണ്. ഈ മർഹലത്തു തസ്വീർ, ഈ തസ്വീർ നമ്മൾ കൃത്യമായി ആ കേസിൽ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റണം. എന്താണ് ആ വിഷയമെന്ന് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റണം. ഈ സാധനം നമുക്ക് എ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന പ്രശ്നമൊന്നുമില്ല. പക്ഷേ എ ഉപയോഗിച്ച് ചെയ്താൽ പോലും അത് ലിമിറ്റേഷൻസിലേക്ക് പിന്നീട് വരാം. അതുപോലെ രണ്ടാമത്തെ ഘട്ടമാണ് തക്കീഫ്, മർഹലത്തു തക്കീഫ്. തക്കീഫ് എന്ന് പറഞ്ഞാൽ, കൈഫ് എന്ന് പറഞ്ഞാൽ, കൈഫ് പറഞ്ഞാൽ എന്താ മാന മീനിങ്, അതിൻ്റെ രൂപം. അപ്പോൾ ഈ ഒരു കേസിന് നമ്മൾ തക്കീഫ് ചെയ്യുന്നു. ഇപ്പോൾ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു വിഷയം നമ്മുടെ മുന്നിൽ കിട്ടി. ഈ വിഷയത്തിൽ നമുക്ക് ലഭ്യമായ മദാഹിബുൽ അർബഅയുടെ കിതാബുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നു. ഇതിനോട് സമാനമായ മസ്അലകൾ ഇതിലുണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കുന്നു. അതിനാണ് തക്കീഫ് എന്ന് പറയാം. മൂന്നാമത്തെ കാറ്റഗറിയാണ് ബയാനുൽ ഹുക്കും. എന്നിട്ട് അവിടെ നമ്മൾ ആ വിഷയത്തിന് ഒരു ഹുക്കും പറഞ്ഞു കൊടുക്കണം. അതുപോലെ നാലാമത്തെ സ്റ്റേജാണ് മർഹലത്ത് ഇസ്ദാറുൽ ഫത്വ. എന്നിട്ട് ഈ ഹുക്കും പറഞ്ഞു കൊടുത്തിട്ട് നമ്മുടെ മുന്നിൽ വന്ന് ചോദ്യകർത്താവ് മുസ്തഫ്തിക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നു, ഒരു ഫത്വ റിട്ടേൺ ആണെങ്കിൽ ഓറലായിട്ട് നമ്മൾ കൈമാറുന്നു അല്ലേ. ഇതാണ് ഫത്വയുടെ 4 രീതികൾ. ഇതിനൊക്കെ നമ്മുടെ പഴയ തുറാസിൻ്റെ കിതാബ് മുതൽ അതല്ലെങ്കിൽ പുതിയ പണ്ഡിതന്മാർക്ക് സിനാഅത്തുൽ ഫത്വ എന്നാണ് ഉപയോഗിക്കുക. സിനാഅത്ത് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ സിനാ എന്ന് പറഞ്ഞാൽ എന്താ, അതിന് എന്തുകൊണ്ടാണ് സിനാ എന്ന് പറയാനുള്ള കാരണം, ഈ പറഞ്ഞ പണികളൊക്കെ അതിൻ്റെ പിന്നിലുണ്ട്. കാരണം ഈ പറഞ്ഞ തസ്വീർ വരണം, തക്കീഫ് വരണം, പിന്നെ ബയാനുൽ ഹുക്കും വരണം, പിന്നെ ഇസ്ദാറിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ പണികൾ ഫുള്ള് ഈ 4 ഘട്ടങ്ങൾ ഉള്ളത് കൊണ്ടാണ് അതിനെ സിനാഅത്ത് എന്ന് പറയാനുള്ള കാരണം. ഇത് പുതിയ ആളുകളും അതുപോലെ തന്നെ നമ്മുടെ ഇബ്നു അബീ അദ്ദേഹത്തിൻ്റെ കിതാബിലേക്ക് വിഷയം വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഏതായാലും ആദ്യമായിട്ട് അപ്പോൾ ഇതിൽ നമ്മൾ എ ഐയിലേക്ക് വരുമ്പോൾ ഇവിടെ ഏറ്റവും നമുക്ക് മിസ്സാവുന്ന കാര്യം സ്പിരിച്വൽ ഡയമെൻഷനാണ്. എന്ന് പറഞ്ഞാൽ ഒന്ന് പ്രധാനമായിട്ട് മുഫ്തി എന്നുള്ള ഒരു വ്യക്തിയാണ് അല്ലേ, ഒരു മുക്കല്ലഫായ ഒരു വ്യക്തിയാണ് മുഫ്തി എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു മുക്കല്ലഫായ വ്യക്തിക്കുണ്ടാകുന്ന ഒരു സ്പിരിച്വൽ ഡയമെൻഷൻ, കാരണം ഇസ്ലാമിക് ശരീഅത്തിൻ്റെ പ്രത്യേകത അത് ഡിവൈൻ വഹയ്യാണ്. ഇസ്ലാമിക് ശരീഅത്ത് വഹയ്യല്ലേ, നുസൂലുൽ വഹയ്യ, നമ്മുടെ അടിസ്ഥാനം എന്താണ്, വഹയ്യാണ് അല്ലേ. അപ്പോൾ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബാണ് അല്ലെങ്കിൽ വഹയ്യാണ്. അപ്പോൾ ഇസ്ലാമിക് ലോയുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് ആയ ഒരു ഭാഗമാണ് അത് ഡിവൈൻ ആണ് എന്നുള്ളത്, അതായത് അത് വഹയ്യാണ് എന്നുള്ളത്. ബാക്കിയുള്ള ഭൗതിക ലോ അങ്ങനെയല്ല, അതൊക്കെ ഹ്യൂമൻ ക്രിയേറ്റഡ് ആണ്. നമ്മളെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ നിയമങ്ങളാണെങ്കിൽ അതല്ലെങ്കിൽ ഇവിടെ മറ്റുള്ള മതങ്ങൾ അതൊക്കെ പിന്നീട് അതിലേക്ക് എന്ത് ചെയ്തു, ഫാബ്രിക്കേറ്റഡ് ആയിട്ട് സ്വാഭാവികമായി അതിലൊക്കെ മനുഷ്യന്മാരുടെ ഇടപെടലുകൾ വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് അതൊക്കെ എന്താണ്, ഹ്യൂമൻ മെയ്ഡ് ലോസ് ആണ്. പക്ഷേ ഇസ്ലാമിക് ലോൻ്റെ പ്രത്യേകത അത് ഡിവൈനാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇജ്തിഹാദിൻ്റെ ബാബിലൊക്കെ പറയും, മുജ്തഹിദിന് അദ്ദേഹത്തിൻ്റെ സ്വന്തം താല്പര്യങ്ങൾ ഇജ്തിഹാദിൽ പ്രതിഫലിക്കുമോ എന്നൊരു ചർച്ച ഉണ്ട്. ഒരു മുജ്തഹിദ് ഒരു വ്യക്തിയാണല്ലോ, ഒരു ഹ്യൂമൻ ആണല്ലോ. ഈ മുജ്തഹിദിന് സ്വന്തം താല്പര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഇജ്തിഹാദിൽ റിഫ്ലക്ട് ചെയ്യുമോ ഇല്ലയോ. അവിടെ നമ്മുടെ അയിമത്തൊക്കെ പറയുന്നത് അങ്ങനെ സ്വന്തമായ താല്പര്യങ്ങൾ ഒരിക്കലും ഒരു മുജ്തഹിദിൻ്റെ ഇജ്തിഹാദിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ്. കാരണം ഇത് ഡിവൈനാണ്. അതുകൊണ്ടാണ് ഇത് എല്ലാവർക്കും പറ്റൂല. ഇതൊരു തൗഫീഖ് കൂടെയാണ്. നമ്മൾ എത്ര പഠിച്ചാലും നമുക്ക് ഇജ്തിഹാദിന്റെ പവർ കിട്ടിക്കൊള്ളണമെന്നില്ല. അത് നമ്മുടെ ഇൽമിനപ്പുറത്തേക്ക് എന്തുകൂടെയാണ്, ഒരു തൗഫീഖ് കൂടെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഏറ്റവും മിസ്സാവുന്ന ഒരു കാര്യമാണ് ഒന്ന് അതിൻ്റെ ഇൻറ്റൻഷൻ, നിയ്യത്ത്. അപ്പോൾ എ ഐയിലേക്ക് വരുമ്പോൾ അവിടെ പ്രധാനമായി വരുന്ന ലിമിറ്റാണ് എന്ത്, നിയ്യത്തിന്. കാരണം എ ഐ എന്നുള്ളത് മുക്കല്ലഫല്ല, മുക്കല്ലഫാണ് എ ഐ ഒരിക്കലും മുക്കല്ലഫല്ലല്ലോ. അപ്പോൾ അവിടെ നിയ്യത്ത് എന്നുള്ളൊരു പ്രശ്നം വരും. അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നമാണ് അതിൻ്റെ മോറൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എത്തിക്കലിൻ്റെ മോറൽ വശം. അതായത് അവിടെ ഒരു മുജ്തഹിദാകുമ്പോൾ അവിടെ മുജ്തഹിദിൻ്റെ പേഴ്സണാലിറ്റി, അദ്ദേഹത്തിൻ്റെ ഷഖ്സിയത്ത്, അദ്ദേഹത്തിൻ്റെ നിയ്യത്ത്, അദ്ദേഹത്തിൻ്റെ വറഅ്, അദ്ദേഹത്തിൻ്റെ തഖ്വ, അതുപോലെ മുജ്തഹിദിൻ്റെ ഒരു മസ്ഊലിയ, റെസ്പോൺസിബിലിറ്റി. കാരണം നമുക്കൊക്കെ അറിയാവുന്ന പോലെ ഒരാളെ ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ കൺസെപ്റ്റാണ് നമ്മൾ കാരണം ഒരാൾ വഴികേടിലയക്കുകയാണെങ്കിൽ അതിൻ്റെ കുറ്റം ആർക്കും കൂടെ ഉണ്ടാവും, ഈ വ്യക്തി കൂടെ ഉണ്ടാവും അല്ലേ. ഇപ്പോൾ നമ്മളൊരു തെറ്റായ ഫത്വ കൊടുത്തു, ഈ ഫത്വ കൊണ്ട് ആളുകൾ അമല് ചെയ്തു, സ്വാഭാവികമായും ആളുകളുടെ അമൽ എന്ത് ചെയ്യും, ഫസാദാവും. ഇപ്പോൾ തൊലാഖുമായി ബന്ധപ്പെട്ട, നിക്കാഹുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ വിഷയം വളരെ ഗൗരവമാണ്. കാരണം അത് സിനയിലേക്ക് വരെ മസ്അലയെത്തും. അപ്പോൾ ഇത് ഈ മുഫ്തിയുടെ ഉത്തരവാദിത്തമാണോ അല്ലേ, ഉത്തരവാദിത്തമാണ്, മസ്ഊലിയത്തുണ്ട്. അത് നമ്മൾ ഈ മുഫ്തിക്ക് പകരം മനുഷ്യന്മാർക്ക് പകരം നമ്മൾ എ ഐനെ റീപ്ലേസ് ചെയ്യുമ്പോൾ സംഭവിക്കണം എന്താണ്, ഈ മസ്ഊലിയ നഷ്ടപ്പെടും. ഈ റെസ്പോൺസിബിലിറ്റി നമ്മൾ ആർക്കാ കൊടുക്കുക, എ ഐക്ക് കൊടുക്കാൻ പറ്റുമോ, എ ഐ ഡെവലപ്പർ കൊടുക്കാൻ പറ്റുമോ, അവരേറ്റെടുക്കുമോ,
നമ്മൾ എത്ര വലിയ പ്രീമിയം എടുത്താലും അല്ലെങ്കിൽ പ്രൈം പർച്ചേസ് ചെയ്തെടുത്താലും ഇതിൻ്റെ മസൂലിയത്ത് ആർക്ക് തന്നെയാണ്? ഉപയോഗിക്കുന്ന വ്യക്തികൾക്കല്ലേ. അപ്പോൾ ഒരിക്കലും നമുക്ക് ഈ മസൂലിയത്ത് എന്നുള്ള ഈ സാധനം നമ്മൾ ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ മാറ്റിവെച്ചാൽ പോലും ഈ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന മസൂലിയ ആമ എന്ന് പറയുന്ന ഈ മസൂലിയത്ത് ഒരിക്കലും നമുക്ക് ഒരാളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, AI കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഇങ്ങനെ ഒരു ലിമിറ്റ് ഇവിടെ വളരെ പ്രധാനമായിട്ട് വരും. അതുപോലെ നമുക്കറിയാം കാര്യമായിട്ട് AI ചെയ്യുന്ന പരിപാടികളിൽ നിന്ന് ഒന്ന് ടെക്സ്റ്റ് ഇൻഡെക്സിങ്. നമ്മളൊരു നെസ് കൊടുത്താൽ നമ്മളൊരു ഇബാറത്ത് കൊടുത്താൽ ആ ഇബാറത്തിന് തഹ്ലീൽ ചെയ്ത് തരും അല്ലേ. നമ്മളൊരു കിതാബിൻ്റെ ഇബാറത്ത് എടുത്ത് കൊടുത്ത് തഹ്ലീൽ ചെയ്യാൻ പറഞ്ഞാൽ AI മനോഹരമായി തഹ്ലീൽ ചെയ്യും, അല്ലെങ്കിൽ ഡാറ്റ കളക്ട് ചെയ്ത് തരും. അതുപോലെയാണ് ട്രാൻസ്ലേഷൻ ചെയ്ത് തരും. അതുപോലെ ഇസ്ലാമിക് ഫിനാൻസിലേക്കൊക്കെ വരുമ്പോൾ നമ്മളെ സക്കാത്ത് കാൽക്കുലേറ്ററുകൾ ഫോർ എക്സാമ്പിൾ, അല്ലെങ്കിൽ മീറാസ് കാൽക്കുലേറ്ററുകൾ, അതല്ലെങ്കിൽ നമ്മുടെ ഫൈനാൻസിന് വേണ്ടി ഉപയോഗിക്കുന്ന മറ്റൊരുപാട് ആപ്പുകൾ, ചാറ്റ് ബോട്ടുകൾ നമുക്കിത് ലഭ്യമാണ്. ഇപ്പോൾ കുവൈറ്റിൻ്റെ കീഴിൽ വരുന്ന ഒരു ചാറ്റ് ബോട്ട് ഉണ്ട്. കാരണം അവർ ഇബാദാത്തുമായി മാത്രം ബന്ധപ്പെട്ട മസലകൾ മുഴുവൻ ഒരുമിച്ച് കൂട്ടി ഒരു ചാറ്റ് ബോട്ടായി പ്രിപ്പയർ ചെയ്തേക്കാണ്. ഇതിൽ നമ്മൾ നിസ്കാരവുമായി ബന്ധപ്പെട്ട സംശയം ചോദിച്ചാൽ, ഫോർ എക്സാമ്പിൾ നമുക്കൊരാൾ നിസ്കാരത്തിൽ ഇങ്ങനെ ഡൗട്ട് ഫാത്തി ഓതുന്ന സംശയം ഉണ്ടായി, എന്ത് ചെയ്യണം? അല്ലെങ്കിൽ കൊടുത്താൽ ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ ആണ്, പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്, നമ്മൾ കൊടുത്ത ഉത്തരം കിട്ടും. അതേമാതിരി മലേഷ്യയുടെ ദാറുൽ ഇഫ്താ AI ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് ചില പ്രോഗ്രാമുകൾ നടപ്പിലാക്കുന്നുണ്ട്. അതുപോലെ ദുബായിൻ്റെ ദാറുൽ ഇഫ്താ അൽ മിസ്രിയയുടെതൊക്കെ ചാറ്റ് ബോട്ടുകൾ നമുക്ക് ലഭ്യമാണ്. പക്ഷേ ഇതിലൊക്കെ ഇവരെ ലിമിറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയ വിഷയങ്ങൾ മാത്രം, ഫോർ എക്സാമ്പിൾ നിസ്കാരം മാത്രം, അതിൽ ഫിക്സഡ് ആയ ചില ചോദ്യങ്ങളുണ്ടാവും. ഫിക്സഡ് ആയ ചില ചോദ്യങ്ങൾ, നിസ്കാരത്തിൽ ഫാത്തിഹ മറന്നാൽ എന്ത് ചെയ്യണം ഫോർ എക്സാമ്പിൾ, അതല്ലെങ്കിൽ ഇത്ര നിസാബത്തെ ഒരു സമ്പത്തിൽ എത്ര സക്കാത്ത് വരും, അത് ഫിക്സഡാണ്. ഇപ്പോൾ 2 ലക്ഷം രൂപ ഒരാളെ കയ്യിലുണ്ടെങ്കിൽ എത്ര സക്കാത്ത് കൊടുക്കണം, അതിന് എത്ര ശതമാനം സക്കാത്ത് കൊടുക്കണം എന്നുള്ള കണക്ക് നമ്മൾ ഫിക്സ് ചെയ്താൽ അതിൽ മാറ്റം വരാനുണ്ടോ? ഇല്ല. അപ്പോൾ ഇത്തരം ഒരിക്കലും മാറാത്ത വിഷയങ്ങളിൽ മാത്രമേ ഇവർ പോലും AI എന്ത് ചെയ്യുന്നു, ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതല്ലാതെ സ്വതന്ത്രമായിട്ട് റീസണിങ് കപ്പാസിറ്റി കൊടുത്തിട്ട് ഒരു മുജ്തഹിദിനെ പോലെ നമുക്ക് AI ഉപയോഗിക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ അതുമായി ബന്ധപ്പെടുന്ന ഒരുപാട് ഫത്വകളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പഠനങ്ങളുണ്ട്, ഫത്വകളുണ്ട്. ഫോർ എക്സാമ്പിൾ ജോർദാൻ ദാറുൽ ഇഫ്താവിൻ്റെ ഒരു ഫത്വ ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന. അതുപോലെ തന്നെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മലേഷ്യയുടെ ഒരു ഫത്വ ഉണ്ട്. അവരൊക്കെ പറയുന്നത് എന്താണ്, AI ലിമിറ്റഡ്, AI ഹാസ് ഇറ്റ്സ് ഓൺ ലിമിറ്റേഷൻസ്. കാരണം നേരത്തെ പറഞ്ഞ പോലെ AIക്ക് ഒരിക്കലും നമുക്ക് മേൽ പറയപ്പെട്ട പോലെ മസ്ഊലിയത്ത് റെസ്പോൺസിബിലിറ്റി കൊടുക്കാൻ കഴിയൂല. കാരണം ഇറ്റ്സ് നോട്ട് എ മുക്കല്ലഫ് അല്ല. കാരണം മുക്കല്ലഫിന് നമ്മൾ പറയുന്ന ശരീഅത്ത് മുന്നോട്ട് വെക്കുന്ന ആക്കിലാവണം, ബാല്യാവണം തുടങ്ങിയ ഒരുപാട് ഷുറൂത്തുകളുണ്ട്. ഈ ഷുറൂത്തുകൾ നമുക്ക് ഒരിക്കലും AI-ക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, വകവെച്ച് നൽകാൻ പറ്റൂല. നേരത്തെ പറഞ്ഞ പോലെ AI-യുടെ ഒരു IACAD എന്നൊരു ആപ്പ് ഉണ്ടാവും, ഒരു വെർച്വൽ ഇഫ്താ എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. അതുപോലെ ഈജിപ്തിൻ്റെ ദാറുൽ ഇഫ്താവിൻ്റെ ഒരു ആപ്പ് കാണാൻ പറ്റും. അതുപോലെ അൽ അസ്ഹർ ഗ്ലോബൽ ഫത്വ സെൻറ്റർ, അതുപോലെ സൗദി അറേബ്യയുടെ ഫത്വ GPT, അതുപോലെ ആസ്ക് ദ ഖുർആൻ, ഇതൊക്കെ നിലവിൽ ലഭ്യമായ ആപ്പ്. ഇത് പൂർണ്ണമായ ഒരു ഡാറ്റ കളക്ഷൻ അല്ല, അവൈലബിൾ അതിൻ്റെ ഓർമ്മകൾ പറഞ്ഞെന്നുള്ളൂ. ഇതൊക്കെ നമുക്ക് പ്ലേ സ്റ്റോറുകളും ആപ്പ് സ്റ്റോറിലൊക്കെ അവൈലബിൾ ആപ്പുകൾ, നിങ്ങൾക്ക് ഇതൊക്കെ പരിശോധിക്കാവുന്നതാണ്, എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് വരുന്ന മൂന്ന് എത്തിക്കൽ ഡയമെൻഷൻസ്: 1 അൽ ബയാൻ, 2 അൽ ബുർഹാൻ, 3 അൽ ഇർഫാൻ. ഈ 3 ഏരിയകളിലൂടെ നമുക്ക് AI എന്നുള്ള ഇഫ്താനെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ബയാനിലേക്ക് നോക്കുകയാണെങ്കിൽ ടെക്സ്റ്റൽ ഇൻ്റർപ്രിട്ടേഷൻ. ബയാൻ എന്ന് പറഞ്ഞാൽ ഒരു നെസ് നമ്മൾ കൊടുക്കുന്നു. ഇമാം ഷാഫി തങ്ങളുടെ കിതാബിൻ്റെ ഒരു നെസ് നമ്മൾ GPT കൊടുക്കുന്നു ഫോർ എക്സാമ്പിൾ. സ്വാഭാവികമായി അത് വളരെ മനോഹരമായിട്ട് നമുക്ക് തഹ്ലീൽ ചെയ്തു തരും. കാരണം അവിടെ ഭാഗികമായിട്ട് AIക്ക് ഇടപെടാൻ പറ്റും. ബയാൻ എന്നുള്ള കാറ്റഗറിയിൽ AIകൾക്ക് ഭാഗികമായിട്ട് ഇടപെടാൻ പറ്റും. അതുപോലെ രണ്ടാമത്താണ് ബുർഹാൻ. ബുർഹാൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ അതില്ലത്തുകൾ എന്താണെന്ന്, അവിടെ AI-ൻ്റെ സോഴ്സ് ലിമിറ്റഡ് ആണ്. കാരണം അവിടെ മനുഷ്യൻ ഇടപെടുമ്പോൾ അവൻ്റെ എന്തുകൂടെ വരും, അഖിൽ കൂടെ അതിലിടപെടും. അപ്പോൾ ഒരു മദ്ഹബ് ഫോളോ ചെയ്യുന്ന ഒരു മുഫ്തി ആണെങ്കിൽ, ഇപ്പോൾ ഷാഫി മദ്ഹബ് സ്വീകരിക്കുന്ന ഒരു മുഫ്തി ആണെങ്കിൽ സ്വാഭാവികമായിട്ട് അവൻ എങ്ങനെ ചിന്തിക്കുക, ഷാഫി മദ്ഹബിൻ്റെ ഉസൂലുകളിൽ ഇന്നലെ ചിന്തിക്കും. സ്വാഭാവികമായിട്ട് അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റില്ലല്ലോ, കാരണം നമ്മളൊക്കെ മദ്ഹബ് അംഗീകരിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഷാഫി മദ്ഹബിൻ്റെ ഉസൂലിൽ നിന്നുകൊണ്ട് ഈ മുഫ്തി സംസാരിക്കുള്ളൂ. അതല്ലെങ്കിൽ മറ്റു മദ്ഹബാണെങ്കിൽ അവർക്ക് അവരുടെ ഹനഫി മദ്ഹബിൻ്റെ ഒരു ഉസൂലുണ്ട്, ആ ഉസൂലുകൾക്ക് ഉള്ളിൽ നിന്ന് സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ബുർഹാൻ എന്ന കാറ്റഗറിയിലേക്ക് വരുമ്പോൾ അവിടെ AI-ൻ്റെ സോഴ്സ് ലിമിറ്റഡ് ആണ്. അതുപോലെ മൂന്നാമത്തേതാണ് ഇർഫാൻ. അത് ഇമ്പോസിബിൾ ആണ്. ഇർഫാൻ എന്നുള്ള സാധനം, മാരിഫത്ത് എന്നുള്ള സാധനം നേരത്തെ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ നമ്മുടെ കസ്ബിന് പുറത്തേക്കുള്ളൊരു സാധനമാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ
പവറിനൊക്കെ അപ്പുറത്തേക്കുള്ളൊരു സ്പിരിച്വൽ പവറാണ്. കാരണം അവിടെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഇമാം ഷാഫി തങ്ങളാണെങ്കിലും അവർക്ക് അവരുടെ ഇൽമിന് പുറത്തേക്ക് ഒരു തൗഫീഖ് കൂടെ ഉണ്ട്. ഈ ഒരു സാധനം നമുക്കൊക്കെ ചില വിഷയങ്ങൾ പഠിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഇൽഹാം എന്നൊക്കെ പറയല്ലോ അല്ലേ, വഹീ നിന്ന് പോലെ ഇൽഹാമുകൾ ഉണ്ടാവുന്നതാണല്ലോ. അപ്പോൾ ഇൽഹാം എന്ന് പറയുന്നത് ഒരു ഡിവൈൻ ഒരു ഇർഷാദാണ്. ഇനി നമുക്ക് അതല്ലെങ്കിൽ ഫഖാഹത്തു നഫ്സുള്ള ആളുകൾക്ക് ലഭിക്കുന്ന ഒരു എന്താ പറയുക, ഒരു എന്താ പറയുക റിവീൽഡ് നോളജാണ്. അപ്പം ഈ സാധനം ഒരിക്കലും എന്താവില്ല എഐക്ക് നികത്താൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞ ഈ 3 കാറ്റഗറി ബയാനിലേക്ക് വരികയാണെങ്കിൽ ഭാഗികമായി എഐക്ക് ഇടപെടാൻ പറ്റും. രണ്ടാമത് പറഞ്ഞ ബുർഹാനിലേക്ക് വരികയാണെങ്കിൽ എഐൻ്റെ സോഴ്സുകൾ ലിമിറ്റഡ് ആണ്. എന്നാൽ മൂന്നാമത് പറഞ്ഞ ഇർഫാനിലേക്ക് വരുമ്പോൾ എഐ എന്നുള്ള സാധനം അപ്രസക്തമാണ്. ഒരിക്കലും അതിനെന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ ഇടപെടാൻ പറ്റില്ല. ഇനി ഇവിടെ വരുന്ന നമ്മൾ എഐയിൽ വരുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്താണ്? ഇവിടെ ഒന്ന് ഇസ്ലാമിക് അഖീദ പ്രശ്നമാണ്. കാരണം എഐക്ക് സ്പെസിഫിക് ആയിട്ട് എന്തില്ല, ഒരു അഖീദയില്ല. നമ്മൾ അശ്ശരികളാണ്, അല്ലെങ്കിൽ അശായറത്താണ്, മാത്തുരിദി, അശ്ശരി, ഈ സരണികൾ നമ്മൾ അംഗീകരിക്കുള്ളൂ. അഹ്ലു സുന്ന അംഗീകരിക്കുന്ന 4 മദ്ഹബ് 2 ത്വരീഖുകൾ. ഈ ഒരു സാധനം എഐക്ക് കൊടുക്കാൻ പറ്റുമോ? എഐക്കുണ്ടോ? നിലവിൽ ഇല്ല. അതുപോലെ മറ്റൊരു വിഷയമാണ് അൽഗോരിതത്തിൻ്റെ പ്രശ്നം എന്താണ്? നമ്മുടെ യൂട്യൂബ് തുറന്നാൽ വരെ നമുക്ക് കിട്ടുന്ന കണ്ടന്റ് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചാണ് അല്ലേ. ഇൻസ്റ്റഗ്രാം തുറന്നാൽ ഇൻസ്റ്റഗ്രാം നമുക്ക് വരുന്ന ഫീഡ് നമ്മുടെ യൂസേജ് അനുസരിച്ചാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണോ, ഇപ്പോൾ നിങ്ങളുടെ GPT ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ ഓരോ GPT ഡിഫറെൻ്റ് ആണ്. എൻ്റെ സെർച്ച് എന്തിനാണോ വരുന്നത് അതനുസരിച്ചുള്ള റിസൾട്ട് എനിക്ക് AI തരുള്ളൂ അല്ലേ. നിങ്ങളെല്ലാവരും GPT പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അക്കൗണ്ട് കൈമാറി തുറന്നു നോക്കൂ, ഒക്കെ ഡിഫറെൻ്റ് ആവും. കാരണം ഓരോ ആളുകളും, ഒരാൾ സെർച്ച് ചെയ്യുന്ന ഏരിയ ഇന്ത്യൻ ഹിസ്റ്ററി ആവാം ഫോർ എക്സാമ്പിൾ, ഒരാൾ സെർച്ച് ചെയ്യുന്നത് ഇസ്ലാമിക് ശരീഅത്ത് ആവാം, അല്ലെങ്കിൽ വേറെ ആൾ സെർച്ച് ചെയ്യുന്നത് വേറെ എന്തെങ്കിലും സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ആവാം. അപ്പോൾ ഇതൊക്കെ ഡിഫറെൻറ്റാണ്. അപ്പോൾ നമ്മുടെ പ്രിഫറൻസ് എന്താണോ, അല്ലെങ്കിൽ നമ്മുടെ നിലവിലുള്ള ഹിസ്റ്ററി എന്താണോ, ആ ഹിസ്റ്ററിക്ക് അനുസരിച്ചുള്ള ആൻസറുകൾ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, പ്രൊവൈഡ് ചെയ്യുള്ളൂ. അപ്പോൾ സ്വാഭാവികമായി നമ്മൾ ഏതൊരു ടൈപ്പിലേക്കാണോ നമ്മൾ ഫോളോ ചെയ്യുന്നത്, നമ്മുടെ നമ്മുടെ ചായ്വ് ഏതൊരു ഭാഗത്തേക്കാണോ വരുന്നത് അതനുസരിച്ചുള്ള ആൻസറേ കിട്ടുള്ളൂ. ഇത് ഫത്വയിലേക്ക് എപ്പോഴാണ് കേസ്, ഈ പ്രശ്നം എപ്പോഴാണ് വരിക? നമ്മൾ എന്ന് പറഞ്ഞാൽ ഫത്വയിൽ പ്രധാനമായിട്ട് നമ്മൾ മദ്ഹബിൽ പറയുന്ന 3 ത്വരീഖുകളുണ്ട്. ഒന്ന് തവസ്സുത്ത് സ്വീകരിക്കുന്നവരുണ്ട്, ഭയങ്കര തെഷ്തീദിൻ്റെ ആളുകളുണ്ട്, എന്നാൽ തൈസീറിൻ്റെ ആളുകളുണ്ട്. തൈസീർ എന്ന് പറഞ്ഞാൽ എല്ലാം ഹലാൽ എന്ന് പറഞ്ഞ ആളുകളുണ്ട്. എല്ലാം ഹലാലാണ്, ഹറാം എന്ന് പറയുന്നത് മൻസൂഖായത് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളത് മുഴുവൻ ഹലാലാണെന്ന് പറയുന്ന ഒരു ഹലാലൈസേഷൻ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റൂല. രണ്ടാമത് തഷ്ദീദ്, എല്ലാം ഹറാമെന്ന് പറയുന്ന ആളുകൾ, അതും പറ്റൂല. അപ്പോൾ ബൈനഹുമ തവസ്സുത്തുണ്ട്. അതാണ് നമ്മുടെ നിലപാട്. തവസ്സു എന്ന് പറഞ്ഞേക്കാണെങ്കിൽ എല്ലാത്തിലും തവസ്സുത്താക്കുക എന്നുള്ളതല്ല, നമ്മുടെ ഉസൂലുകൾക്ക് അനുയോജ്യമായിട്ട് അതിനെതിരാവാത്ത കാര്യങ്ങൾ മാത്രമേ നമ്മൾ അഭിപ്രായം പറയുള്ളൂ. കാരണം ഒരു വിഷയത്തിൽ നെസ് വന്നു കഴിഞ്ഞാൽ അഭിപ്രായമല്ല. ഇജ്തിഹാദ ഫീ മൗരിദിൻ നെസ് എന്നാണല്ലോ. നെസ് വന്നവിടെ ഇജ്തിഹാദ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഖത്ഇയ്യായ നെസ് ആണെങ്കിൽ ഇജ്തിഹാദില്ല. ലന്നിയിൽ മാത്രമേ എന്ത് വരുള്ളൂ, ഇജ്തിഹാദ് വരുള്ളൂ. ഖത്ഇയ്യു ദലാലത്തുണ്ട്, ഖത്ഇയ്യു സുബൂത്തുണ്ട് അല്ലേ. ലന്നിയു ദിലാലത്തുണ്ട്, ലന്നിയു സുബൂത്തുണ്ട്. അതുപോലെ ഖത്ഇയ്യു സുബൂത്ത്, ലന്നിയു ദിലാലത്തുണ്ട്. സുബൂത്ത് ഖത്ഇയ്യാണ്, അത് ബുഖാരിയിൽ വന്നിട്ടുണ്ട്, ഓക്കെ, ഖുർആനിൽ വന്നിട്ടുണ്ട്, ഖത്ഇയ്യാണ്. അതിൻ്റെ ദിലാലത്ത് എന്താവാം, ലന്നിയാവാം. ഈ ലന്നിയായ സ്ഥലങ്ങളിൽ മാത്രമേ നമ്മുടെ അയിമത്ത് എന്ത് ചെയ്തിട്ടുള്ളൂ, ഇജ്തിഹാദ്, അവിടെ ഇജ്തിഹാദ് പറ്റുള്ളൂ. കാരണം ഖത്ഇയ്യ അഖീമുസ്സലാ എന്ന് പറഞ്ഞാൽ അവിടെ ഇജ്തിഹാദ് ചെയ്തുകൊണ്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? കാരണം അത് അംറാണ്, അംറിൽ വുജൂബനാണ്. അഖീമുസ്സലാ, നിസ്കരിക്കണം, പരിപാടി. വാത്തു സക്കാത്ത് കൊടുക്കണം, ഹജ്ജ് ചെയ്യണം, നോമ്പ് വസൂമു റമദാൻ എന്നുള്ള സാധനം വന്നാൽ അവിടെ അത് നെസ് ഖത്ഇയ്യാണെങ്കിൽ പിന്നെ അവിടെ തർക്കമില്ല. പിന്നെ തർക്കം വരുന്നത് ലന്നിയു ദിലാലത്തായ സാധനങ്ങൾ, അല്ലെങ്കിൽ ലന്നിയു സുബൂത്തായ സാധനങ്ങളിലാണ് നമ്മുടെ ഇജ്തിഹാദ് മുഴുവൻ വരിക. അപ്പോൾ ഈ ദിലാലത്തിൻ്റെ പ്രശ്നം അൽഗോരിതത്തിൽ എഫക്റ്റ് ചെയ്യും. നമ്മൾ എങ്ങനെയാണോ ഫീഡ് കൊടുക്കുന്നത് അതനുസരിച്ച് എന്ത് വരുള്ളൂ, GPT നമുക്ക്, അല്ലെങ്കിൽ AI നമുക്ക് മറുപടി തരുള്ളൂ. അപ്പോൾ നമ്മുടെ ഒരു നിലവിലുള്ള ഹിസ്റ്ററി അനുസരിച്ച് മാത്രമേ നമുക്ക് ഫത്വ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇതിനെ ഈ AI ഉപയോഗിച്ചുള്ള ഫത്വകളെ പുതിയ പണ്ഡിതന്മാരൊക്കെ ഫത്വ ഷോപ്പിംഗ് എന്ന് പറയാം. ഫത്വ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു കടയിൽ പോയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം വാങ്ങുന്നു. അപ്പോൾ നമുക്കൊരു സാധനം ഹലാലായി കിട്ടണമെങ്കിൽ നമ്മൾ GPT ചോദിക്കുന്നു, അപ്പോൾ നമുക്ക് ഹലാലായി കിട്ടും. അപ്പോൾ നമ്മൾ വെറുതെ കുറച്ചും കൂടെ ടൈറ്റ് ആക്കണമെന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ ടൈറ്റാക്കി തരും. അല്ലെങ്കിൽ ഇത് അങ്ങനെയല്ല GPT സംഭവിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് കുറച്ചും കൂടെ കോംപ്ലക്സ് ആയ ഒരു ഫത്വ എനിക്ക് വേണ്ടത്, ഇത് ഹറാമിൻ്റെ ഭാഗത്തേക്ക് ഒരു ചായ് വേണ്ടാണെന്ന് പറഞ്ഞാൽ അങ്ങനെ തരും. അതല്ല നമുക്ക് ഹലാലാക്കണം എന്ന് പറഞ്ഞാൽ ഹലാലാക്കി തരും.
അപ്പോൾ ഇതിനെ ഞാനടക്കം വിളിക്കാൻ ഉദ്ദേശിക്കുന്ന പേര് ഫത്വ ഷോപ്പിംഗ് എന്നാണ്. അപ്പോൾ അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം മാത്രം പർച്ചേസ് ചെയ്യുക എന്നുള്ളതല്ലല്ലോ ഫത്വ എന്ന് പറയുമ്പോൾ. ഫത്വ എന്ന് പറഞ്ഞാൽ അതിനൊരു ഒരു ശരീരത്തിനൊരു വശയിലുണ്ട്. അപ്പോൾ അതൊരു ഡിവൈനായ സാധനമാണ്. അതിന് നേരത്തെ പറഞ്ഞ പോലെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നമുക്ക് അതിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇനി അതുപോലെ ഇത് രണ്ടും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ, ഇപ്പോൾ ട്രഡീഷണൽ ഫത്വയും ജനറേറ്റീവ് ഫത്വയും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ, ഒന്ന് അതിൻ്റെ ഒതൻറ്റിസിറ്റി അതോറിറ്റിയിലേക്ക് വരുമ്പോൾ, ഒന്ന് സ്കോളേഴ്സ് വിത്ത് സ്കോളർലി സനദ് ആൻഡ് വാലിഡേഷൻ. ഒരു മുജ്തഹിദ് ഇഫ്താഹ് നൽകുമ്പോൾ ഇയാൾക്ക് ഒരു സ്കോളർലി ഒരു ഇൽമിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഇയാൾ ഒരു കോഴ്സ്, ഫോർ എക്സാമ്പിൾ ഒരു ദാറുൽ ഇഫ്താഹ് പഠിച്ച ആളാണ്. അതല്ലെങ്കിൽ ഇയാൾ ഇത്ര വർഷം പഠിച്ചു, ശരിയെ പഠിച്ചു, മദ്ഹബ് കിതാബുകൾ പഠിച്ചു, ഉസ്തൂൽ പഠിച്ച വ്യക്തിയാണ്. നേരെ മറിച്ച് ഒരിക്കലും നമുക്ക് ഇൻപുട്ട് കൊടുക്കാതെ ഔട്ട്പുട്ട് കിട്ടുമോ? ഇല്ലല്ലോ. നമ്മൾ മക്തബ ഷാമിലയിൽ വരെ നമ്മൾ ഓൾറെഡി അതിൽ ഫിക്സ് ചെയ്ത സാധനം മാത്രമേ കിട്ടുള്ളൂ. അതിനപ്പുറത്തേക്കുള്ള എന്താവില്ല, പറയാൻ പറ്റൂല. നേരെ മറിച്ച് മനുഷ്യനാവുമ്പോൾ അവൻ ഈ പഠിച്ച ഉസൂലനുസരിച്ച് അവനക്ക് പുതിയ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതൊരിക്കലും AI കൊണ്ട് പൂർണ്ണമായിട്ട് ചെയ്യാൻ പറ്റൂല. അതുപോലെ തന്നെയാണ് അതിൻ്റെ ക്രെഡിബിലിറ്റി. കാരണം ആ ഒരു വ്യക്തിയുടെ ക്രെഡിബിലിറ്റി. ഇപ്പം ഇപ്പോൾ ഇഫ്താഹിൽ നമുക്ക് ഇഖ്തിയാറുണ്ട് അല്ലേ? ഇപ്പം ഒരു മുഫ്തിയോട് ഫത്വ ചോദിച്ചു, നമുക്ക് ആ ഫത്വ ഇഷ്ടപ്പെട്ടില്ല, വേറെ മുഫ്തിയിലേക്ക് പോകാം. അവരോട് ചോദിച്ചു, ഏതും നമുക്ക് സ്വീകരിക്കാം, ഇഖ്തിയാറുണ്ട് അതിൽ, ഇഖ്തിയാറുണ്ട്. എന്നാൽ ഇവിടെ എന്തുകൊണ്ടാണ് നമ്മൾ ഇന്ന മുഫ്തിയിലേക്ക് മാത്രം പോകുന്നത്? ഇപ്പോൾ കേരളത്തിൽ അറിയപ്പെട്ട ഒരുപാട് മുഫ്തികളുടെ സങ്കല്പിക്കുക. സപ്പോസ് എന്തുകൊണ്ട് നമ്മൾ ഇന്ന ഫത്വയിൽ ഇന്ന മുഫ്തിയിലേക്ക് മാത്രം പോകുന്നു? അത് അയാളുടെ ആ വ്യക്തിയോട് പരിഗണിക്കുക. ആ വ്യക്തിയുടെ പരിഗണന അല്ലേ, ആ വ്യക്തിയുടെ ക്രെഡിബിലിറ്റി പരിഗണിക്കൂലേ? ഇപ്പോൾ ഷെയ്ഖുന ഇവിടെ നവറല്ലാഹു മർക്കദ് ജീവിച്ചിരിക്കുന്ന കാലത്ത് ഫത്വ തേടി ഒരുപാട് ആളുകൾ വരാറുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഉസ്താദിൻ്റെ അടുത്തേക്ക് വരുന്നത്? എന്തുകൊണ്ട് ഷെയ്ഖുൻ്റെ അടുത്തേക്ക് വരുന്നു, വേറെ ഭാഗത്തേക്ക് പോകുന്നില്ല? ആ ഉസ്താദിന് കൽപ്പിക്കപ്പെടുന്ന ഒരു ക്രെഡിബിലിറ്റി ഉണ്ട്. അത് ആ വ്യക്തിയുടെ പേഴ്സണൽ ലൈഫിൽ നിന്നുണ്ടായതാവാം, ആ വ്യക്തിയുടെ വറയിൽ നിന്നുണ്ടായതാവാം, അദ്ദേഹത്തിൻ്റെ ഇൽമിൽ നിന്നുണ്ടായതാവാം, അദ്ദേഹത്തിൻ്റെ തഖ്വ കൊണ്ടുണ്ടായതാവാം. പക്ഷെ ഇങ്ങനെ ഒരു സാധനം നമ്മളിപ്പോൾ ഇവിടെ ChatGPT ആണോ തഖ്ദീം ചെയ്യുക, അല്ലെങ്കിൽ ക്ലൗഡിനെയാണോ തഖ്ദീം ചെയ്യുക, അല്ലെങ്കിൽ പേർപ്ലക്സിറ്റിയാണോ തഖ്ദീം ചെയ്യുക? നമ്മളെ യൂസർ ഫ്രണ്ട്ലി ഏതാണോ അത് നമ്മൾ സ്വീകരിക്കും അല്ലേ? അതുപോലെ നേരത്തെ പറഞ്ഞ ആപ്പുകൾ, ഈ ആപ്പുകൾ വരുമ്പോൾ നമ്മൾ ഏത് ആപ്പിന് നമ്മൾ പ്രിഫറൻസ് കൊടുക്കുക? അവിടെ ഈ പറഞ്ഞ തഖ്വയും നിയ്യത്തും അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫും അവിടെ എഫക്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. പക്ഷെ നേരെ മറിച്ച് ഒരു വ്യക്തിയാകുമ്പോൾ, ഒരു മുജ്തഹിദ് ആകുമ്പോൾ ആ മുജ്തഹിദിൻ്റെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്നുണ്ട്. ഇപ്പം ഇമാം ഷാഫി തങ്ങളുടെ ഷാഫി മതം സ്വീകരിക്കുന്ന ആളുകൾ, ഫോളോ ചെയ്യുന്ന ആളുകൾ നമ്മളൊക്കെ. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ മറ്റു അയിമത്തിനേക്കാൾ ഇമാം ഷാഫിയെ ഫോളോ ചെയ്യാനുള്ള കാരണം? ഇമാം ഖസ്സാലി തങ്ങളോട് ഒരു ചോദ്യം വരുന്നുണ്ട്. ഒരിക്കലും ഇമാം ഖസ്സാലിയോട് ഒരു ചോദ്യകർത്താവിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ ഷാഫി മദ്ഹബ് ഫോളോ ചെയ്യുന്ന ഒരാൾ, ഷാഫി മദ്ഹബ് ഫോളോ ചെയ്യുന്നൊരു തമദ്ഹുബ് ചെയ്യുന്നൊരു വ്യക്തി, ഈ വ്യക്തിക്ക് ഏതെങ്കിലും ഒരു മസ്അലയിൽ ഏതെങ്കിലും ഒരു സ്വഹാബിയുടെ അഭിപ്രായം കിട്ടി, ഖൗലു സ്വഹാബി, അത് മുഖ്തലഫിയ അതിലത്താണ്. നമ്മുടെ ഷാഫി മദ്ഹബിൽ അത് ഹുജ്ജത്തല്ല. ഉസ്തൂലുകൾ പഠിച്ചിട്ടുണ്ടോ? എൻ്റെ തഫാസിലേക്ക് ഞാൻ കിടക്കുന്നില്ല, അതിൻ്റെ ഡിബേറ്റിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ഇമാം ഖസ്സാലി പറഞ്ഞ മറുപടി ഉണ്ട്. എന്തുകൊണ്ടായിരിക്കും ഈ ഇമാം ഷാഫി തങ്ങൾ മദ്ഹബിലുള്ള ഒരു കൗലിനോട് വിരുദ്ധമായ ഒരു സ്വഹാബിൻ്റെ കൗല് ലഭിച്ചു? അവിടെ നമ്മൾ എന്ത് സ്റ്റാൻഡ് എടുക്കണം? അവിടെ എന്താണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്? അതിന് ഇമാം ഖസ്സാലി പറയുന്ന മറുപടി എന്താണെന്ന് വെച്ചാൽ, അവിടെ നമ്മൾ ഇമാം ഷാഫി തങ്ങൾക്ക് ഈ കൗല് ലഭിച്ചിട്ടും അദ്ദേഹം എന്തുകൊണ്ട് ആ സ്വഹാബിയുടെ കൗല് സ്വീകരിക്കാതെ അദ്ദേഹത്തിനെതിരായി മറ്റൊരു അഭിപ്രായം പറഞ്ഞു? ഇല്ലാ ലി ദലീലിൻ അഖ്വാ മിൻഹു, അല്ലെങ്കിൽ ഇല്ലാ ലി ദലീലിൻ റാജിഹ്. ആ സ്വഹാബിക്ക് ലഭിച്ചതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു റാജിഹായ, അതല്ലെങ്കിൽ കവിയായ ഒരു ദലീലുള്ളത് കൊണ്ടാണ് ഇമാമുന ഷാഫി തങ്ങൾ ആ ഒരു അഭിപ്രായത്തിലേക്ക് പോയത് എന്ന് ഈ മുഖല്ലിദ് അങ്ങനെ വിശ്വസിക്കണം എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ വിശ്വസിക്കുമ്പോൾ നമ്മുടെ തഖ്ലീദ് എന്താവുള്ളൂ, ശരിയാവുള്ളൂ. കാരണം തഖ്ലീദ് ചെയ്യുമ്പോൾ നമ്മൾ പറയാറുണ്ടല്ലോ, അഫ്ദലിനെ പിൻപറ്റുന്ന പറയാറുണ്ടല്ലോ. അതല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായം അനുസരിച്ച് മൂപ്പരുടെ വാക്ക് അല്ലെങ്കിൽ ആ ഇമാമിൻ്റെ കൗല് ശരിയാണെന്ന് ബോധ്യം നമുക്ക് ഉണ്ടാവണ്ടേ? അതല്ലാതെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. നമ്മളോട് ചോദ്യം വരൂലേ? എന്തുകൊണ്ടാണ് നമ്മൾ ഷാഫി മദ്ഹബ് സ്വീകരിക്കുന്നത്? അതിലെ അഭിപ്രായങ്ങളാണ് കൂടുതൽ അക്രബുൽ ദലീൽ അല്ലെങ്കിൽ അക്രബുൽ അൽ ഇജാബ അല്ലെങ്കിൽ അക്രബുൽ സവാബ് എന്നുള്ളൊരു ബോധ്യം നമുക്കുള്ളത് കൊണ്ടാണ് അല്ലേ?
എന്ന് വിചാരിച്ച് വാക്കുള്ള മതബ് തെറ്റെന്നൊക്കെ പറയാൻ പറ്റുമോ? കാരണം അതൊക്കെ തഅ്വീലിൽ വരുന്ന അല്ലെങ്കിൽ ഉസൂലിൽ വരുന്ന അല്ലെങ്കിൽ അവർ സ്വീകരിച്ച ദലീലുകൾ വരുന്ന മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ നേരത്തെ പറഞ്ഞ ഈ ക്രെഡിബിലിറ്റിയുടെ പ്രശ്നം അവിടെ വരും. അതുപോലെയാണ് മെത്തേഡ്. നമ്മുടെ ഇസ്തിംബാത്തിന് ത്വരീഖുൽ ഇസ്തിംബാത്ത് അല്ലെങ്കിൽ തുറുക്കുൽ ഇസ്തിംബാത്ത്. നമുക്കൊരു ത്വരീഖുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഖുർആന്, സുന്നത്ത്, ഇജ്മാ, ഖിയാസ് മുജ്തഹിദിനാണെങ്കിൽ, അതല്ല മുഖല്ലിദീങ്ങളാണെങ്കിൽ ഇവിടെ രചിക്കപ്പെട്ട കിതാബുണ്ട്. കിതാബിൽ തന്നെ മദ്ഹബിൽ തന്നെ ഓർഡറുകളുണ്ട്. ഇപ്പം ഇമാം നബി തങ്ങളും ഇമാം റാഫി തങ്ങളും ഒരുമിച്ചൊരു കൗല് പറഞ്ഞാൽ അതാണ് സ്വീകരിക്കേണ്ടത്, അല്ലേ? ഇവർ തമ്മിൽ തആറുളായാൽ ആരെ പരിഗണിക്കണം? നബി തങ്ങളെ കൗലിനെ പരിഗണിക്കും. അതുപോലെ പിന്നീട് വരുമ്പോൾ ഇമാം ഇബ്നു ഹജർ തങ്ങൾ, ഇമാം റംലി തങ്ങൾ, അല്ലേ? ഇവർക്കുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ. അപ്പോൾ നമ്മുടെ മദ്ഹബിൽ തന്നെ തെർജീഹിന് കൃത്യമായ ഒരു ഓർഡർ ഉണ്ട്. ഈ ഒരു സാധനം നമുക്ക് എവിടെ ലഭ്യമല്ല, ഏകൾ നമുക്ക് ലഭ്യം അല്ല. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ അക്കൗണ്ടബിലിറ്റി, റെസ്പോൺസിബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി. ആരാണ് ഇതിന് അക്കൗണ്ടബിൾ ആവുക? ഒരാളുണ്ടാവില്ല. കാരണം നേരെ മറിച്ച് നമുക്കൊരു ഫത്വ കിട്ടിയാൽ ഇതിൻ്റെ ദാറുൽ ഇഫ്താ ഇഷ്യൂ ചെയ്ത ഫത്വ ആണെങ്കിൽ അവരിതിൻ്റെ റെസ്പോൺസാണ്. അവർ ഈ ഫത്വക്കും ഇതിനുണ്ടാക്കുന്ന കോൺസിക്വൻസിനും അക്കൗണ്ടബിൾ ആണ്. കാരണം ഒരു ഫത്വ നമ്മൾ സൊസൈറ്റിയിലേക്ക് നമ്മളൊരു ഫത്വ പുറപ്പെടുവിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കോൺസിക്വൻസ് സമൂഹത്തിലുണ്ടാവും, അല്ലേ? ഇവിടെ ഫത്വയുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംവാദങ്ങൾ ഉണ്ടായിട്ടില്ലേ? ഇപ്പോൾ തൊലാക്ക് സംവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതുപോലെ മറ്റൊരുപാട് സംവാദങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഒരു ഫത്വയെ തുടർന്നുണ്ടാകുന്ന സംവാദങ്ങളാണ്. അപ്പം ഇതിനൊക്കെ ഉത്തരവാദി ആരാണ്? ഈ മുഫ്തി അല്ലേ? ഇതിന് ലെജിറ്റിമസി കൊടുക്കുന്ന മുഫ്തിയാണ് ഉത്തരവാദി. ഇങ്ങനെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗത്തേക്ക് നമുക്ക് എനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ? ഒരു നിലക്ക് നമുക്ക് പറ്റൂല. അപ്പോൾ ഇതിൽ നമ്മുടെ സമയം വളരെ ചുരുക്കമായതുകൊണ്ട് ഞാൻ ഷോർട്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ ഇതിൽ വരുന്ന മറ്റൊരു വിഷയമാണ് നേരത്തെ പറഞ്ഞ പോലെ ഖുർആൻ പറയുന്ന ഇൻജാഅക്കും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു, അല്ലേ? ഒരാൾക്ക് നമുക്ക് ഒരു സാധനം വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു തബയ്യനു എന്നാണ്. തബീൻ ചെയ്യണം. ജാഅക്കും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു. അപ്പോൾ ഈ തബയ്യനു എന്നുള്ള പ്രവർത്തനം മുഫ്തിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. തിയറി ഓഫ് തബീൻ അല്ലെങ്കിൽ തബയ്യൻ എന്ന് പറയാൻ പറ്റും. ഈ സാധനം നമുക്ക് മുഫ്തിയിൽ അപ്ലൈ ചെയ്യാം, മുജ്തഹിദിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് ഒരു കൗല് കിട്ടുമ്പോൾ ഈ കൗല് ആര് പറഞ്ഞു, ഏറ്റവും മിനിമം നമ്മളൊരു വിഷയത്തിൽ അമല് ചെയ്യുമ്പോൾ ഇതിൻ്റെ കിതാബിലുണ്ട്, അല്ലെങ്കിൽ ഫത്തുൽ മുഈനിലുണ്ട്, അല്ലെങ്കിൽ തുഹ്ഫയിലുണ്ട്, നമ്മൾ എന്തുകൊണ്ട് പറയുന്നു? അത് തബയ്യുൻ്റെ ഭാഗമാണ്. കാരണം നമ്മുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇത് എവിടുന്ന് വന്ന കൗലാണ്, ഇത് ഷാദാണോ, അത് മദ്ഹബിൽ മുഅ്തബദാണോ, മുഫ്താബിയാണോ എന്ന് പരിശോധിക്കൽ നമ്മുടെ ഉത്തരവാദിത്തമാണ്. നേരെ മറിച്ച് ഇത് നമ്മൾ എയിലേക്ക് കൊടുക്കുമ്പോൾ ഈ സാധനം വരുന്നില്ല, ഈ സാധനം വരുന്നത് നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പോൾ ഈ തബയ്യുൻ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ കൺസെപ്റ്റ്. കാരണം ഇതേ കൺസെപ്റ്റാണ് ഹദീസിൽ ഇസ്നാദിൽ വരിക. ഹദീസിൽ അല്ലേ, ഇന്നമദ്ദീനു ബിൽ ഇസ്നാദ് ഔ ബിൽ അസ്നാദ്. അതുകൊണ്ട് ഫൻദുറു അമ്മൻ തഅഖുദു ദീനക്കും, ആരിൽ നിന്നാണ് നമ്മൾ ഇൽമ് സ്വീകരിക്കുന്നത് അത് നമ്മൾ പ്രത്യേകം പരിഗണിക്കണം. എവിടുന്നെങ്കിലും പോയി പഠിച്ചാൽ പോരാ, ആരാണ് എന്നുള്ള ആ സ്ഥലത്ത് കൂടെ ഇസ്ലാമിൽ എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മുടെ ഉസൂൽ ഹദീസിൻ്റെ കിതാബുകൾ, ഹദീസ് ക്രോഡീകരണങ്ങൾ ഒക്കെ വ്യവസ്ഥാപിതമായിട്ട് വന്നത്. കാരണം സനദ് ഇസ്നാദ് വളരെ ഇമ്പോർട്ടൻ്റ്. ഇന്നമദ്ദീനു ബിൽ ഇസ്നാദ്, ദീന് തന്നെ കൈമാറിപ്പോകുന്നത് എന്തുകൊണ്ടാണ്? ഇസ്നാദ് കൊണ്ടാണ്. അപ്പോൾ ഇസ്നാദിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ ഇസ്നാദിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്കിവിടെ നഷ്ടപ്പെടുന്നു. നേരത്തെ ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ മുഫ്തിയാകുമ്പോൾ ആ വ്യക്തിയുടെ ക്രെഡിബിലിറ്റി, അദ്ദേഹത്തിന് ഇൽമു എന്ന രീതി, അദ്ദേഹത്തിൻ്റെ ത്വരീഖ്, അദ്ദേഹത്തിൻ്റെ മദ്ഹബ്, ഇതൊക്കെ അവിടെ വരുന്നുണ്ട്. പക്ഷേ എയിലേക്ക് വരുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നു. അതുപോലെ ഇവിടെ പ്രധാനമായി വരുന്ന മറ്റൊരു സാധനമാണ് തഹ്കീഖ്, വാലിഡേഷൻ. ഇതിന് ആരാണ് തഹ്കീഖ് ചെയ്യുക? ഒരു മുഫ്തി ഫത്വ ചെയ്യുമ്പോൾ അദ്ദേഹയുടെ സീൻ വെക്കലോട് കൂടെ അത് തഹ്കീഖായി മാറി, അല്ലേ? എന്നാൽ അദ്ദേഹം ഇസ്തിഫ്തായുടെ മുസ്തഫ്തിയുടെ ചോദ്യം അനുസരിച്ച് തെളിവിനാവശ്യമാണെങ്കിൽ തെളിവ് പറഞ്ഞു കൊടുക്കണം. നേരത്തെ പറഞ്ഞ നമ്മൾ കിതാബുൽ ആദാബുൽ ഇഫ്താ പറയുന്ന കിതാബുകളിലൊക്കെ നോക്കിയാൽ പറയാൻ പറ്റും. അവിടെയൊക്കെ ഫസ്റ്റ് ഭാഗത്ത് എന്താണാവുക? യജിബു അലൽ മുഫ്തി അൻ യുബയ്യിനൽ മസ്അല മുസീലൻ ലിൽ ഇഷ്കാൽ അല്ലെങ്കിൽ മുസീഹൻ ലിൽ ഇഷ്കാൽ എന്ന് പറഞ്ഞാൽ മുസ്തഫ്തിക്ക് ആദ്യം ബയാൻ ചെയ്തു കൊടുക്കണം, അവൻ്റെ ഇഷ്കാല് പൂർണ്ണമായി മാറ്റി കൊടുക്കണം. എന്നിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? ഫത്വ റിട്ടണായി എപ്പോഴാണ് എഴുതി കൊടുക്കേണ്ടത്? മുസ്തഫ്തി ആവശ്യപ്പെട്ടാൽ മാത്രം, അല്ലാതെ എഴുതി കൊടുക്കാൻ പറ്റൂല, വെറുതെ എഴുതി കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഫത്വ ഈസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ ഫത്വക്ക് എപ്പോഴും ഒരു പ്രശ്നങ്ങൾക്ക് ഒരു വാക്കിയത്തുൻ നസലത്ത്, ഈ വാക്കിയത്തുൻ വാക്കായത്ത്, അവിടെ സംഭവിച്ചൊരു ഇഷ്യൂ ഉണ്ടാവണം. ഇഷ്യൂ ഇല്ലാതെ വെറുതെ നമുക്ക് തോന്നിയ പോലെ ഫത്വ കൊടുക്കാൻ പറ്റും, അതിൻ്റെ ആവശ്യമില്ല. പിന്നെ വന്നാലുള്ള ഉപകാരം എന്താണ്?
കാര്യങ്ങളൊന്ന് സ്പീഡാവും. ഇപ്പോൾ എ ഐ കൊണ്ട് ഫത്വ കൊടുക്കാൻ പറ്റുമെന്ന് പറയുന്ന ആളുകളുടെ പ്രധാനപ്പെട്ട ആർഗ്യുമെൻ്റ് എന്താണ്? ഒരുപാട് ഫത്വകൾ ഇവിടെ പെൻഡിങ്ങിലാണ്. ഐ മീൻ നമ്മളൊരു ഫത്വ കിട്ടാൻ വേണ്ടി നമ്മളൊരു ദാറുൽ ഇഫ്തായിലേക്ക്, ഒരു ഫത്വ കമ്മിറ്റിയിലേക്ക് ഒരു ചോദ്യം കൊടുത്താൽ അവർ പഠനം നടത്തി ഒരുപാട് സമയമെടുക്കും അല്ലേ? ചിലപ്പോൾ ഇവിടെ ഈ കേസിൻ്റെ സമയം കഴിഞ്ഞിട്ടുണ്ടാവും, അപ്പോഴും നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ടാവില്ല, ഉത്തരം കിട്ടിയിട്ടുണ്ടാവില്ല. ഇപ്പോൾ ഫറായിദുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിൽ, ഇപ്പോൾ ചില സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട് സ്വത്ത് ഓഹരി വെക്കുന്ന ഒരു ചോദ്യം നമ്മളൊരു ഫത്വ കമ്മിറ്റി കൊടുത്തോ, ഇയാൾ ഒരുപാട് കാലം കഴിഞ്ഞെടുത്ത് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. കാരണം സ്വത്ത് എന്നുള്ള സാധനം അനുഭവിക്കാനുള്ളതാണ്, അത് ഉപയോഗിച്ച് പോകാനുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇവർ കാര്യമായി പറയുന്ന ആർഗ്യുമെൻറ്റ് അത് സ്പീഡാക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈ സ്പീഡ് ആക്കുക എന്നപ്പുറത്തേക്കുള്ള ഒരു പ്രവർത്തനം നമുക്കിത് കിട്ടൂല. കാരണം നേരത്തെ പറഞ്ഞ എല്ലാ സാധനവും മിസ്സാവാണ്. ഇത് സ്പീഡായിട്ട് GPT ഉത്തരം നമുക്ക് തന്നാലും അതിന് നമ്മളൊരു കൗണ്ടർ ക്വസ്റ്റ്യൻ കൊടുത്താൽ അത് ഉത്തരം മാറ്റി തരും, അത് വേറെ അനാലിസിസിലേക്ക് എത്തും. പക്ഷെ നേരെ മറിച്ച് ഇവിടെ ഒരു മുഫ്തി എത്ര സമയം എടുത്താലും ആ കിട്ടുന്ന ആൻസർ എന്താണ്, വാലിഡാണ്. അവിടെ അക്കൗണ്ടബിലിറ്റി ഉണ്ട്, റെസ്പോൺസിബിലിറ്റി ഉണ്ട്. കാരണം നമുക്ക് ചോദിക്കാം, ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ എന്നാണ് ഖുർആന്റെ കൽപ്പന. നമ്മളോടുള്ള കൽപ്പന അഹ്ല ദിക്റോട് ചോദിക്കുക എന്നുള്ളതാണ്. അത് ചോദിച്ചാൽ നമ്മൾ ഉത്തരവാദിത്വം തീർന്നു. ഇപ്പം നമുക്കൊരു സംശയം വന്നു, നമ്മുടെ നാട്ടിൽ നമ്മളൊരു ആലിമിനോട് ചോദിച്ചു, മൂപ്പര് ഉത്തരം പറഞ്ഞു, നമ്മൾ അമല് ചെയ്തു, പിന്നെ നമുക്കതിൽ വിഷയമുണ്ടോ, പ്രശ്നമുണ്ടോ? ഇല്ല. കാരണം അവാമുന്നാസിനോടുള്ള കൽപ്പന അത്രയേ ഉള്ളൂ. അവാമുന്നാസിനോടൊക്കെ പോയിട്ട് ഇവിടെ ഇജ്തിഹാദ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അവരോടുള്ള കൽപ്പന ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ, അറിവില്ലാത്തവർ അറിവുള്ളവരോട് ചോദിച്ചു പഠിക്കുക, നിസ്കരിക്കുക, അമൽ ചെയ്യുക, ജീവിച്ചു പോകുക എന്നുള്ളതാണ്. ബാക്കിയുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? ഈ ആലിമിനാണ്, ഈ മുഫ്തിക്കാണ്. അപ്പോൾ അവിടെ ഇജ്തിഹാദ് ആണെങ്കിൽ നേരത്തെ നമ്മൾ മുമ്പ് എപ്പോഴും പറയുന്ന പോലെ ഇദാ അസാബ ഫലഹു അജ്റാൻ വഇദാ അഖ്തഅ ഫലഹു അജ്റു വാഹിദ് അല്ലേ? ഖത്ത് സംഭവിച്ചാൽ അവിടെ അജ്റു വാഹിദാണ്. ഒരു മുജ്തഹിദ് ഇജ്തിഹാദ് ചെയ്തു, അവൻ അസാബ, അവൻ അള്ളാഹുവിൻ്റെ ഹുക്മിലേക്ക് എത്തിച്ചെന്നാൽ ഫലഹു അജ്റാൻ. ഒന്ന് ഇജ്തിഹാദിൻ്റെ കൂലിയും കിട്ടും, രണ്ട് ഇസാബത്ത് സവാബിലേക്ക് എത്തിയ കൂലിയും കിട്ടും. നേരെ മറിച്ച് ഫൈദ അഖ്തായാണെങ്കിൽ അവനക്ക് ഒരു കൂലിയേ ഉള്ളൂ. അപ്പോൾ ഈ സാധനങ്ങൾ, ഈ പറഞ്ഞ അക്കൗണ്ടബിലിറ്റി, റിവാർഡ്, മോറൽ റിവാർഡ്, എത്തിക്കൽ ഡയമെൻഷൻസ് ഓഫ് ഫത്വ ഒക്കെ നമുക്ക് എവിടെ മിസ്സാവാണ്? എയിലേക്ക് വരുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. പിന്നെ നമുക്ക് ഇവരൊക്കെ പറയുന്ന പോലെ ഇതിൽ മറ്റൊരു പ്രശ്നം വരുന്നത് മദ്ഹബ് ഇഷ്യൂസ് എന്നുള്ളതാണ്. മദ്ഹബ് ബയാസ് ദേക്കാരം. ഏത് മദ്ഹബ് അനുസരിച്ചാണ് ഫത്വ കിട്ടുക എന്ന് നമുക്ക് പറയാൻ പറ്റൂല. എന്നുള്ള സാധനം നമ്മൾ ഷാഫി മദ്ഹബ് അനുസരിച്ച് ചോദിച്ചാൽ ഷാഫി മദ്ഹബ് ഫത്വ തരും. പക്ഷേ ഷാഫി മദ്ഹബിൻ്റെ എല്ലാ ഉസ്താദ് പരിഗണിച്ചോളുന്നില്ല. കാരണം അതിന് കൊടുത്ത ഇൻപുട്ട് എങ്ങനെയാണ്? ഡാറ്റ കളക്ഷനാണ്, ഈ ഡാറ്റ അനാലിസിസ് ആണ്, അതുപോലെ ടെക്സ്റ്റ് റീഡിംഗ് ആണ്. നമ്മൾ എന്ത് ടെക്സ്റ്റാണോ കൊടുക്കുന്നത് അത് റീഡ് ചെയ്യുന്നു, ഒരു റിസൾട്ടിലേക്ക് എത്തുന്നു, അത് മാത്രമേ സംഭവിക്കുന്നുള്ളൂ. അപ്പോൾ ഈ മദ്ഹബ് ബയാസ് ഉണ്ടാവുക, അതുപോലെ തന്നെ ഫേക്ക് മുഫ്തി, അതുപോലെ ഫത്വ ഷോപ്പിംഗ്, ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് വന്ന പഠനങ്ങളിൽ മുഴുവനും ഏറ്റവും ഒരു കൺക്ലൂഷനായിട്ട് നമ്മുടെ പണ്ഡിതന്മാർക്ക് എത്തിച്ചേരുന്നതെന്ന് വെച്ചാൽ AI ഈസ് എ പവർഫുൾ ലൈബ്രറി, നോട്ട് എ മുഫ്തി. അതൊരു ലൈബ്രറി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം, എന്തല്ല ഒരു ഇൻഡിപെൻഡൻ്റ് ആയ, ഒരു ലെജിറ്റിമേറ്റ് ആയ ഒരു മുഫ്തിയായിട്ട് നമുക്കൊരിക്കലും AI നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല എന്ന കൺക്ലൂഷനിലേക്കാണ് ഇതിൽ വന്ന മുഴുവൻ പഠനങ്ങളും പറയുന്നത്. പക്ഷെ എന്നിരുന്നാലും സ്വാഭാവികമായി നമുക്കറിയാം, ഏത് ഇന്നത്തെ അക്കാദമിയിലാണെങ്കിലും അതല്ലെങ്കിൽ വേൾഡ് ലെവലിലാണെങ്കിലും ഏതൊരു അഭിപ്രായം പറഞ്ഞാലും കൗണ്ടർ ആർഗ്യുമെൻറ്റ് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, വരും. അപ്പോൾ സ്വാഭാവികമായും ഫുള്ള് GPT ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകളും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പഠനത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, ഇതുമായി ബന്ധപ്പെട്ട ഒരു സർവേ ഉണ്ട്. എന്ന് പറഞ്ഞാൽ AI യൂസ് ചെയ്ത് ഫത്വ തേടുന്ന ആളുകൾ, AI എന്ന് പറഞ്ഞാൽ അവർ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഒരു ഫത്വ കുറേ ദാറുൽ ഇഫ്തായിലേക്ക് സബ്മിറ്റ് ചെയ്യും. എന്നിട്ട് അതേ ഫത്വ എവിടെയും കൊടുക്കും, AIകൾക്കും കൊടുക്കും. വ്യത്യസ്ത AIകൾ, നേരത്തെ പറഞ്ഞ നിലവിൽ ലഭ്യമായ ക്ലൗഡ് ആണെങ്കിലും പേപ്പർസിറ്റി ആണെങ്കിലും GPT ആണെങ്കിലും മറ്റെല്ലാ AIകളിലേക്കും കൊടുക്കും. എന്നിട്ട് ഇത് ഒക്കെ വെച്ചുള്ള ഒരു കമ്പാരിസൺ ഉണ്ട്. ഈ മുഫ്തികൾ നൽകുന്ന ഉത്തരമെന്ത്, AI നൽകുന്ന ഉത്തരമെന്ത്, ഇതിലേതാണ് നമ്മുടെ മദ്ഹബിൻ്റെ ഉസൂലുകളിലേക്ക് ഏറ്റവും അനുയോജ്യമായതെന്ന് പറയുന്ന ഇംഗ്ലീഷിലുള്ളൊരു പഠനമൊക്കെ അവൈലബിൾ ആണ്, നിങ്ങൾ ഗൂഗിൾ നോക്കിയാൽ കിട്ടും. അപ്പോൾ ഇവരൊക്കെ ലാസ്റ്റ് എത്തുന്നൊരു കൺക്ലൂഷൻ AI ഈസ് എ പവർഫുൾ ലൈബ്രറി, നോട്ട് എ ഇൻഡിപെൻഡൻറ്റ് മുഫ്തി ഓർ മുജ്തഹിദ്. കാരണം അതിനെ നമുക്കൊരിക്കലും റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. കാരണം മുജ്തഹിദിൻ്റെ ഒക്കെ പ്രധാനപ്പെട്ട ഷർത്ത് മുക്കല്ലഫ് തക്ലീഫ് ആവുക എന്നുള്ളതാണ്. ആ ഒരു തക്ലീഫോ ആ ഒരു അഹ്ലിയത്തോ നമുക്ക് AIകൾ എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാനേ പറ്റില്ല എന്നുള്ളതാണ് ഇതിൻ്റെ കൺക്ലൂഷൻ നമുക്ക് പറയാൻ പറ്റുക. എന്നാലും നമുക്ക് AIകളെ നമുക്ക് ഹെൽപ്പിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ നമ്മൾ ഷാമിലൊക്കെ യൂസ് ചെയ്യുന്ന പോലെ ഇബാറത്തുകൾ കണ്ടെത്താൻ, അതല്ലെങ്കിൽ ഏതെങ്കിലും
ഡീപ്പ് സെർച്ചുകളൊക്കെ കൊടുത്ത് ഇതിൽ നിലവിൽ ലഭ്യമായ ഫത്വകൾ കളക്ട് ചെയ്യാനൊക്കെ നമുക്കൊരു ഹെൽപ്പറായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ എത്ര ഹെൽപ്പിങ് നമ്മൾ ഉപയോഗിച്ചാലും ഇതിൻ്റെ എൻഡ് ഓഫ് ദി ഡേ അല്ലെങ്കിൽ എൻഡ് ഓഫ് ദി വർക്കിൽ ഒരു മനുഷ്യൻ്റെ, ഒരു വ്യക്തിയുടെ ഹെൽപ്പ്, ഒരു വ്യക്തിയുടെ ഹ്യൂമൻ കപ്പാസിറ്റി അല്ലെങ്കിൽ ഹ്യൂമൻ റീസണിങ്ങിലേക്ക് എഐകളൊക്കെ എന്താണ് ആവശ്യമാണ്. ശരിയായ മേഖലകളിൽ ആവശ്യമാണ്. മറ്റു മേഖലകൾക്ക് നമുക്ക് അതിനെ സിമ്പിളായിട്ട് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ശരിയയിൽ നമ്മളൊരു കാര്യം പറയുമ്പോൾ, കാരണം ശരിയക്ക് അതിൻ്റെതായ ഒരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡിലേക്ക് നമുക്ക് എഐനെ നിലവിൽ നമുക്ക് കൊണ്ടുവരാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. കാരണം നമ്മൾ എഐ മുഖേന ജനറേറ്റ് ചെയ്ത ഫത്വകളിലേക്ക് നോക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. മാത്രമല്ല ഫത്വ എന്ന സാധനം ഇഷ്യൂ ചെയ്യപ്പെടൽ അവിടെ ഉണ്ടാകുന്ന ഫാർ റീച്ചിങ് കോൺസിക്വൻസ് ഉണ്ട് സൊസൈറ്റിയിൽ ഉണ്ടാകുന്നത്. അതും കൂടെ പരിഗണിച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ അക്കൗണ്ടബിലിറ്റി ഒക്കെ നഷ്ടപ്പെട്ടു പോവാണ്. അപ്പോൾ അതുകൂടി പരിഗണിച്ച് ഒരിക്കലും നമുക്ക് എഐനെ ഒരു ഇൻഡിപെൻഡൻ്റ് ആയ മുഫ്തി എന്നൊക്കെ നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല, റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റൂല. അവിടെയൊക്കെ ഒരു ഹ്യൂമൻ ഇൻ്റർപ്രിട്ടേഷൻ്റെയും അതുപോലെ ഒരു മനുഷ്യൻ്റെയും സഹായം നമുക്ക് എപ്പോഴും ആവശ്യമാണ്. ഈ മനുഷ്യൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു വ്യക്തിയിലേക്ക് സിമ്പിളായി ചുരുക്കാൻ പറ്റൂല. അവിടെ പറഞ്ഞ അഹ്ലിയത്തുൽ ഇഫ്താഹ്, അതല്ലെങ്കിൽ അഹ്ലിയത്തു തക്ലീഫ്, അതല്ലെങ്കിൽ ഇവിടെ പറയപ്പെട്ട എല്ലാ ശുറൂത്തുകളും പാലിക്കുന്ന ഒരു വ്യക്തിയിലേക്ക് നമുക്ക് എപ്പോഴും എന്ത് ചെയ്യും, ഇതാവശ്യമാകും. ഓക്കെ, ഈ വിഷയം ക്ലിയർ ആയി വിചാരിക്കുന്നു. പിന്നെ ഇതിൽ ഒരൊറ്റ വിഷയം കൂടെ സൂചിപ്പിക്കാനുള്ളത്, നിലവിൽ ഫത്വ സിസ്റ്റത്തിൻ്റെ ഒരു എവല്യൂഷൻ നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ റസൂലിൻ്റെ കാലത്ത് സ്വാഭാവികമായിട്ട് റസൂലിനോട് ശാരിയാണ് വഹി ഇറങ്ങുന്ന ഒരു വ്യക്തി അവിടെ ഉണ്ട്. നമുക്ക് ഡയറക്റ്റ് പോയി ചോദിച്ചാൽ മറുപടി കിട്ടിയാൽ അവിടെ തീർന്നു, അവിടെ തർക്കങ്ങൾക്ക് വകുപ്പില്ല. പിന്നെ സ്വഹാബത്തിൻ്റെ കാലത്ത് ഖുലഫാഉൽ അർബഅ വന്നു. അവർ ദാറുൽ ഇഫ്താകളും ദാറുൽ ഖളാകളും ഉണ്ടാക്കി. ഉമർ റളിയല്ലാഹുവിനൊക്കെ ഒരുപാട് കോർട്ട് സംവിധാനം കൊണ്ടുവന്നു. അവിടെ വലിയ സെയ്ദ് തങ്ങളെ പോലത്തെ അല്ലെങ്കിൽ മുആദ് തങ്ങളെ പോലത്തെ ആളുകളൊക്കെ അവർ മുഫ്തിയായിട്ട് അവരോധിച്ചു, കാളിയായിട്ട് വെച്ചു. ആ കാളിയായിട്ട് പോയി സംശയം വെച്ച് ഉത്തരം കിട്ടും, നമുക്ക് സ്വീകരിക്കാം. പിന്നീട് അയ്മത്തുൽ മദാഹിബിൻ്റെ കാലം വന്നു. അയ്മത്തുൽ മദാഹിബ് ഇഫ്താഹ് ഫത്വകൾ കൊടുക്കാൻ ആരംഭിച്ചു. അങ്ങനെ വന്നു. ഇപ്പോൾ നിലവിലുള്ള വേൾഡ് ക്രമത്തിൽ അത് ഫത്വകളൊക്കെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനലൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ സംഘടനാവൽകൃതമായി മാറിയിട്ടുണ്ട്, സംഘടനകളിലേക്ക് മാറിയിട്ടുണ്ട് അല്ലേ. ഇതൊക്കെ ദാറുൽ ഇഫ്താകളാണ്. മുഫ്തി എന്നുള്ള വ്യക്തിയിൽ നിന്ന് എന്തിലേക്ക് മാറി, ഒരു ഗ്രൂപ്പിലേക്ക് മാറി. അപ്പോൾ നമ്മുടെ എന്ന് പറഞ്ഞാൽ കാലക്രമേണയുള്ള മനുഷ്യൻ്റെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഇൽമിയായ അവൻ്റെ നുക്സാനാണ്. നമുക്കൊരു വ്യക്തിക്ക് ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, ഫത്വ കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പം അതുകൊണ്ടാണ് പിന്നെ സംഘടിതമായി ഫത്വ കൊടുക്കുക എന്നുള്ള ഇതിലേക്ക് എത്തിയത്. കാരണം എന്താണ്, സംഘടിതമായി നമ്മളൊരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ അത്രയും അത് മിസ്റ്റേക്ക് ആവാനുള്ള ചാൻസ് കുറവാണ്. ഒരു വ്യക്തിയുടെ ഒറ്റയ്ക്കുള്ള ഇൻ്റർപ്രിട്ടേഷനുകൾ ബെറ്റർ എന്താണ്, ഒരു സംഘത്തിൻ്റെ വീലുകളാണ്. കാരണം അവിടെ അത്രയും നമുക്ക് തെറ്റാവാനുള്ള ചാൻസ് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഈ നിലവിലുള്ള ഒരു ക്രമം അനുസരിച്ച് അത് ഒരു സംഘടിതമായ ഒരു രീതിയിലേക്ക് എന്തായിട്ടുണ്ട്, ഫത്വകൾ മാറിയിട്ടുണ്ട്. ഇന്ന് ഫത്വ കമ്മിറ്റികളാണുള്ളത്. ഒരു മുഫ്തി എന്നുള്ളൊരു വ്യക്തി മാത്രമല്ല, വ്യക്തികൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഷെയ്ഖുനെ പോലത്തെ അല്ലെങ്കിൽ അതിന് മുന്നേ സദുഖുസ്താനെ പോലത്തെ അതല്ലെങ്കിൽ ഷംസുൽ ഉലമയെ പോലത്തെ പണ്ഡിതന്മാരൊക്കെ അവിടെ കേരളീയ പശ്ചാത്തലത്തിൽ കടന്നു പോയിട്ടുണ്ട്. ഇൻ്റർനാഷണൽ ലെവൽ വേറെ ഒരുപാട് മുഫ്തിമാരുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇന്നൊരു ദാറുൽ ഇഫ്താഹിലേക്ക് മാറിയിട്ടുണ്ട് മുഴുവൻ കാര്യങ്ങളും. ഇപ്പം ദാറുൽ ഇഫ്താഹ് നോക്കുകയാണെങ്കിൽ ദാറുൽ ഇഫ്താഹ് ജോർദാൻ ദാറുൽ ഇഫ്താഹുകൾ നമുക്ക് ആർക്കൈവിൽ ഫുൾ ഫത്വകൾ ലഭ്യമാണ്. ദാറുൽ ഇഫ്താഹ് ഓഫ് ഓസ്ട്രേലിയ നമുക്ക് അവൈലബിൾ ആണ്. യൂറോപ്യൻ യൂണിയൻ്റെ ഫത്വ ഓഫ് യൂറോപ്യൻ യൂണിയൻ ഉണ്ട്. അതുപോലെ ദാറുൽ അസ്ഹർ ഉണ്ട്, ദാറുൽ ഇഫ്താഹ് മിസ്രിയ ഉണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഒരു സാധനമുണ്ട്, നമ്മളെ ഇന്ത്യൻ ഗ്രന്ഥ മുഫ്തിയുമായി ബന്ധപ്പെട്ട ഒമായിലേഹ അതിലേഹ ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ അവിടെ ഉണ്ട്. അതുപോലെ എല്ലാ ഇസ്ലാമിക രാജ്യങ്ങൾക്കും ദാറുൽ ഇഫ്താകളുണ്ട്. അങ്ങനെ ഫത്വയുടെ പുതിയൊരു ട്രാൻസ്ഫോർമേഷനാണ് ഇവിടെ നിലവിൽ സംഭവിച്ചെന്ന് ചുരുക്കം. ഇനി അപ്പുറത്തേക്കുള്ള കാലത്തേക്ക് ഇൻഷാ അല്ലാഹ് മറ്റു പല മാറ്റങ്ങളും വരാവുന്നതാണ്. പക്ഷേ എത്ര നമ്മൾ പറഞ്ഞാലും നേരത്തെ പറഞ്ഞ പോലെ ഒരിക്കലും നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു മുഫ്തിയായിട്ട് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ ഒരു വാലിഡേഷൻ നമ്മുടെ കയ്യിൽ നമുക്ക് നിലവിൽ ലഭ്യമല്ല. അതല്ലെങ്കിൽ പിന്നെ എത്രയും ഡെവലപ്പായിട്ട് വരണം. ഇൻഷാ അല്ലാഹ് കാത്തിരിക്കാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അതിന്റെ പേര്
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അപ്പോൾ ഉസ്താദ് ലാസ്റ്റ് പറഞ്ഞു AI ഒരു എവല്യൂഷൻ ലാസ്റ്റ് അവസാനം വന്നിട്ടെത്തിയ, അതായത് ആളുകൾക്ക് അറിവിൽ കുറവ് വന്നിരിക്കുന്നു, അതായത് പണ്ഡിതന്മാരുടെ ആ ഒരു കപ്പാസിറ്റിയിൽ കുറവ് വന്നിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കാലത്ത് ഏതൊരു മുഫ്തിയോട് നമ്മൾ ഫത്വ ചോദിക്കുമ്പോഴും ഇപ്പോൾ നമ്മളതിന് കുറേ ഷർത്തുകൾ പറഞ്ഞു, ഏതാണെങ്കിലും ഇപ്പോൾ ഇഹ്തിയാത്താണെങ്കിലും അതൊക്കെ വരുന്നത് ഒരു ഒതന്റിസിറ്റി എന്നുള്ളതാണല്ലോ. ഒരു വറയിലൂടെ വരുന്നതും ആ കാര്യങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ ഒതന്റിസിറ്റി ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു ഏനോട് ഒരു കാര്യം ചോദിക്കുമ്പോൾ, ഇപ്പോൾ ഏത് നമ്മളൊരു മദ്ഹബാണെങ്കിൽ ആ മദ്ഹബിലുള്ള ഫിഖ്ഹി ആയിട്ട് എല്ലാ കിതാബുകളും നമുക്ക് റെഫറൻസ് ആയി കൊടുത്താൽ പിന്നെ ഒരിക്കലും അത് ബയാസ്ഡ് ആയിട്ട് ആൻസർ തരില്ല. കാരണം നമ്മൾ എങ്ങനെയാണോ അതിന് റെഫറൻസ് കൊടുക്കുന്നത് നമ്മുടെ പ്രോംപ്റ്റ് അനുസരിച്ചായിരിക്കും കാര്യങ്ങൾ. അപ്പോൾ ഇപ്പോൾ ഒരു തൊലാഖിൻ്റെ വിഷയമാണെങ്കിൽ ഇപ്പോൾ കാരണമൊക്കെ പറയാറുണ്ട്, അതായത് ആ തൊലാഖിൻ്റെ എമ്പതി ആ ഒരു മുഫ്തിയാകുമ്പോഴേ ആ അദ്ദേഹത്തിൻ്റെ സാഹചര്യങ്ങൾ തിരിച്ചറിയാൻ കഴിയുള്ളൂ, ഏതൊരവസ്ഥയിലാണ് അദ്ദേഹം ചോദ്യം ചോദിക്കുന്നത് അതൊക്കെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നമുക്ക് പ്രോംപ്റ്റിലൂടെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ കഴിഞ്ഞാൽ കൃത്യമായ ആൻസർ കിട്ടും എന്നൊരു നിലക്ക് വരില്ലേ. ഇനിയിപ്പോൾ എങ്ങനെയാണെങ്കിലും അതൊരു മുഫ്തിയായിട്ട് നമുക്ക് സ്വീകരിച്ചുകൂടെ എന്നുള്ളൊരു ചോദ്യം. രണ്ടാമത് ഇനി ഈ രീതിയിൽ നമ്മൾ ആൻസറുകൾ സ്വീകരിച്ച് ഒരു എല്ലാ കിതാബുകളും കൊടുത്തിട്ട് ആൻസറുകൾ സ്വീകരിച്ച് ഒരു ദാറുൽ ഫത്വയിൽ ഇവര് അംഗീകരിക്കുന്ന അല്ലെങ്കിൽ ഇവർ അവലംബിക്കുന്ന ഒരു സോഴ്സ് ആക്കിയിട്ട് ഇതിനെ മാറ്റുക. ഇവരുടെ റെസ്പോൺസിബിലിറ്റി ഇവരാണ് പുറത്തു വിടുക. പക്ഷേ സോഴ്സും ഇതിൻ്റെ ക്രെഡിബിലിറ്റിയും ഇതിൻ്റെ എല്ലാം ആരാണ്? ഈ AI ആണ് ചെയ്യുന്നത്. എന്നിട്ട് ഇവരാണ് പുറത്തു വിടുന്നത് എന്നല്ല നിലക്ക് നോക്കുമ്പോൾ അതിൽ മുഫ്തിയായിട്ട് ഇവർ പ്രവർത്തിക്കുന്നില്ലല്ലോ. റെസ്പോൺസിബിലിറ്റിക്ക് ഇവർ എന്ന നിലക്ക് നല്ല ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ ക്രെഡിബിലിറ്റിയുടെ വിഷയം അവിടെ ഓക്കെ, കാരണം നമ്മളെല്ലാ ഇൻപുട്ടും കൊടുക്കുന്നു. സ്വാഭാവികമായി എല്ലാ ഈ വിഷയം പറയുമ്പോൾ എവിടെ നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്നൊരു ക്വസ്റ്റ്യനാണ്. കാരണം എല്ലാം നമ്മൾ ഇൻപുട്ടായി കൊടുത്താൽ ഇപ്പോൾ ഇപ്പോൾ ഷാഫി മധുവിൽ ലഭ്യമായ മുഴുവൻ കിതാബുകൾ നമ്മൾ അറ്റാച്ച് ചെയ്തു, ഫോർ എക്സാമ്പിൾ അല്ലെങ്കിൽ ഷാമിലെ വഴി നമ്മൾ ലിങ്ക് കൊടുത്തു, അങ്ങനെയാണെങ്കിൽ നമുക്കിത് ക്ലിയറിലേക്ക് എത്തും, എന്നാൽ നല്ലൊരു വാലിഡായ ആൻസറിലേക്ക് എത്തൂല, നമുക്ക് അവലംബിച്ചുകൂടെ എന്നുള്ളത്. പക്ഷേ ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ വരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിലിറ്റി എന്നുള്ളത്. ഇതിന് ഹൂ വിൽ ബി റെസ്പോൺസിബിൾ ഫോർ ദിസ് ഫത്വ? നമുക്കൊരിക്കലും ആ റെസ്പോൺസിബിലിറ്റി നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമുക്ക് എന്താ നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, നമുക്ക് ഈ സാധനം വെച്ചിട്ട് ഇതിനെ ഹ്യൂമൻ ഇൻ്റർപ്രിട്ടേഷനും കൂടെ ആഡ് ചെയ്യാം. എന്നാൽ ഹെൽപ്പിങ്ങിന് വേണ്ടി മാത്രം നമുക്ക് എന്ത് ചെയ്യാം, AI യൂസ് ചെയ്യാം. അപ്പോൾ ഒന്നും കാര്യങ്ങൾ സ്പീഡാവും. എന്നാൽ ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ ഒരു ഹദീസ് നമുക്ക് വാലിഡ് ആണെന്ന് പരിശോധിക്കണമെങ്കിൽ ലൈബ്രറിയിലേക്ക് പോയിട്ട് ഇപ്പോൾ സഹീൽ ബുഖാരിയോ സഹീൽ മുസ്ലിമോ ഈ തിർമിദിയോ ഒക്കെ എടുത്ത് പരിശോധിക്കണം, നമ്മൾ പേജ് മറിച്ച് കണ്ടെത്തണം. പക്ഷെ ഇപ്പോഴോ നമുക്കൊന്നും കൂടെ സുഖമാണ്, കാരണം അത് നമ്മളത് നേരെ ഗൂഗിൾ ചെയ്താൽ തന്നെ ആ സാധനം നമുക്ക് കിട്ടും. കിതാബിൻ്റെ പേജ് നമ്പർ അടക്കം നമുക്ക് അതിൻ്റെ വോളിയം നമ്പർ അടക്കം കിട്ടും, അവൈലബിൾ ആണ്. എന്നതുപോലെ നമുക്ക് ഡാറ്റ അനാലിസിസിന് വേണ്ടി മാത്രമെങ്കിൽ ഡാറ്റ കളക്ഷന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, AI ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരു ദാറുൽ ഇഫ്താ കമ്മിറ്റി ഇത് പരിശോധിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് അപ്പോഴവിടെ വാലിഡേഷൻ കൊടുക്കുന്നത് ആരാണ്? AI അല്ല, ഈ പരിശോധിക്കുന്ന കമ്മിറ്റിയാണ്. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും, അത് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അവിടെയും നേരത്തെ പറഞ്ഞ പോലെ ഒരു സംഘടിതമായിട്ടുള്ള ചർച്ചകളും കാര്യങ്ങളും ഇതിൻ്റെ മുകളിൽ വരേണ്ടി വരും. അല്ലെങ്കിൽ അത് നേരത്തെ പറഞ്ഞ അക്കൗണ്ടബിലിറ്റി നമുക്കവിടെ നഷ്ടപ്പെടും. ഇതൊരിക്കലും ടെക്നോളജിക്കൽ എഫിഷ്യൻസി വീസ് ഹ്യൂമൻ ഇൻ്റർപ്രിട്ടേഷൻ കപ്പാസിറ്റി നമ്മളുള്ള ഒരു സാധനമാണ്. ടെക്നോളജിക്കൽ എഫിഷ്യൻസി എത്ര കൂടിയാലും ഹ്യൂമൻ ഇൻ്റർപ്രിട്ടേഷൻ കപ്പാസിറ്റിയിലേക്ക് എത്തോ ഇല്ല എന്നുള്ള ചോദ്യത്തിൻ്റെ ഈ സാധനം മൊത്തം നമുക്ക് കൊണ്ടുപോയി കെട്ടാൻ പറ്റുന്ന ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ടെക്നോളജിക്കൽ എഫിഷ്യൻസി. ടെക്നോളജി എത്ര ഡെവലപ്പ് ആവുന്നോ, എത്ര ഡെവലപ്ഡ് ആയാലും അത് ഹ്യൂമൻ ഇൻ്റർപ്രിട്ടേഷൻ കപ്പാസിറ്റിയിലേക്ക് എത്തുമില്ലേ? അതിന് ഒരു ഇസ്ലാമിക് പെർസ്പെക്റ്റീവ് മാത്രമല്ല, ജനറൽ പെർസ്പെക്റ്റീവ് ഉത്തരം കണ്ടെത്തേണ്ട ഒരു ക്വസ്റ്റ്യനാണ്. നമ്മൾ പിന്നെ റോബോട്ടിക് സംവിധാനങ്ങൾ എത്ര ഡെവലപ്ഡ് ആയാലും അതൊരു ഹ്യൂമൻ കപ്പാസിറ്റിയിലേക്ക് എത്തുമോ ഇല്ലെന്ന് ചോദിച്ചാൽ അറിയില്ല. ഉത്തരം പറയാൻ മാത്രം ഞാൻ സയന്റിഫിക് ആയിട്ട് വ്യക്തിപരമായിട്ട് വളർന്നിട്ടില്ല. അറിയുന്ന ആൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഒതന്റിസിറ്റി ഇപ്പം അങ്ങനെയല്ല വരിക. അപ്പോൾ ഏത് വിഷയത്തിലാണെങ്കിലും ഒരു മനുഷ്യനൊരു ഫത്വ പറയുമ്പോൾ അവൻ്റെ ഇമോഷൻസ് വലിയ വിഷയമാണ്. കാരണം ആ മനുഷ്യൻ ഏത് രീതിയിൽ ചിന്തിക്കുന്നു, ആ മനുഷ്യൻ്റെ ബാക്ക്ഗ്രൗണ്ട്, അതൊക്കെ അവിടെ ബാധിക്കും. ഇപ്പോൾ പറയാറുണ്ട്, ഇപ്പോൾ ഏതൊരു സർജറി ചെയ്യുമ്പോഴും AI ചെയ്യുമ്പോൾ അതിനത്രയും വിജയസാധ്യത ഉണ്ട്. കാരണം അത് അത്രയും പ്രോഗ്രാം ചെയ്ത് കൃത്യമായിട്ട് കാര്യങ്ങൾ നടക്കുള്ളൂ. മനുഷ്യനാകുമ്പോൾ അതിൽ എപ്പോഴും പരാജയം സംഭവിക്കാം, ഏത് നിലക്കും സംഭവിക്കാം എന്നുള്ളത്. പക്ഷെ ആ പ്രോഗ്രാം കൊടുക്കുന്നു മനുഷ്യന്മാരല്ലേ, ആ പ്രോഗ്രാമിൽ മിസ്റ്റേക്ക് വന്നാൽ അവിടെ മിസ്റ്റേക്ക് വരില്ലേ? നമ്മളൊരു സർജറിക്ക് വേണ്ടി AI ഉപയോഗിക്കുകയാണെങ്കിലും AIക്ക് ആ പ്രോഗ്രാം ചെയ്യുന്ന വ്യക്തി ആരാണ്? അവിടെ ഹ്യൂമൻസ് തന്നെയല്ലേ. കാരണം ഹ്യൂമൻസിൽ അതിനെ കണ്ടെത്തുന്ന ഇൻവെന്റ് ചെയ്യുന്ന ആളുകൾ ഹ്യൂമൻസ് അല്ലേ. അപ്പൊ ഈ കൊടുക്കുന്ന പ്രോഗ്രാമിൽ ഒരു കോഡ് മാറിയാൽ
മിസ്റ്റേക്ക് സംഭവിക്കൂലേ? അപ്പോൾ മിസ്റ്റേക്ക് സംഭവിക്കുക എന്നുള്ളതല്ല, മിസ്റ്റേക്ക് മനുഷ്യന്മാരോട് കൊടുക്കുമ്പോൾ മിസ്റ്റേക്ക് സംഭവിക്കുന്നത് തിരിച്ചു ചോദിക്കാം. ഒരു വ്യക്തി ആസ് എ ഹ്യൂമൻ എന്ന് പറഞ്ഞ ഇമോഷൻസ് ഒക്കെ ഉള്ള ഒരു വ്യക്തി, ആ വ്യക്തി ഫത്വ കൊടുത്താൽ എന്ത് സംഭവിക്കാം? മിസ്റ്റേക്ക് സംഭവിക്കാം. പക്ഷെ മിസ്റ്റേക്ക് സംഭവിക്കുമ്പോൾ അവിടെ എന്തുണ്ട്? ഒരു റെസ്പോൺസിബിലിറ്റി അവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ മുഫ്തിയെ നിരുത്സാഹപ്പെടുത്തില്ല. കാരണം ഈ ഖലാഇന്റെ വിഷയത്തിൽ ഖാദിയാനി ഫിൽ ജന്ന അല്ലേ, ഖാദികൾ 3 വിധമാണ്, ഖാദിയാനി ഫിന്നാർ, ഖാദിൻ ഫിൽ ജന്ന ഹദീസുണ്ട് എന്നതുപോലെയാണ് ഇഫ്താവും മുഫ്തിയും അങ്ങനെയാണല്ലോ. കാരണം ഈ മുഫ്തി എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന പ്രവർത്തനം ഹലാലായ ഒരു കാര്യത്തെ ഹറാമാക്കുകയോ അതല്ലെങ്കിൽ ഹറാമായ ഒരു കാര്യത്തെ ഹലാലാക്കുകയോ ചെയ്യല്ലേ. ഒരു വിഷയം ഹലാലെന്ന് പറയുമ്പോൾ പ്രശ്നം സംഭവിക്കുന്നത്, ഹലാൽ എന്ന് പറയുമ്പോൾ അത് അനുവദനീയാന്ന് വന്നു, അലോടാന്ന് വന്നു. അപ്പൊ ഈ ആളുകൾ കൊണ്ട് അമൽ ചെയ്യാണ്. അപ്പൊ ഇത്രയും ആളുകളുടെ അമൽ എന്ത് ചെയ്യും? അത് തെറ്റാണെങ്കിൽ ഫസാദാവും. അപ്പൊ ഇത് ഇഫ്താറിന്റെ വിഷയം വളരെ ഗൗരവമുള്ള വിഷയമാണ് എന്ന് വിചാരിച്ച് നമ്മൾ മുഫ്തിയെ നിരുത്സാഹപ്പെടുത്താൻ പറ്റൂല. കാരണം ഈ പ്രവർത്തനം ഫർള് കിഫായ നടക്കും വേണം, യോഗ്യതയുള്ള ആളുകൾ കടന്നു വരണം. പക്ഷെ അതോടുകൂടെ തന്നെ മുഫ്തിക്ക് അവിടെ എക്സ്ക്യൂസ് ഉണ്ട്. അതാണ് നേരത്തെ പറഞ്ഞത്, ഒമൻ ഇജ്തഹദ വഅസാബ ഫലഹു അജ്റാൻ വമൻ ഇജ്തഹദ വഅഖ്ത ഫലഹു അജ്റു വാഹിദ്. ഈ അജ്ർ എങ്ങനെ ലഭിക്കുക? അവന്റെ നിയത്ത് അനുസരിച്ചാണ്. അപ്പൊ ഈ മുഫ്തിയുടെ മനസ്സിലെന്താണ്? ഒരാൾ ഫത്വ ചോദിക്കും, അവൻ എൻ്റെ ശത്രുവാണ്, അതുകൊണ്ട് എനിക്കിത് ഹറാമാക്കി കൊടുക്കണം എന്നാണെങ്കിൽ അവിടെ അവന് അള്ളാഹിന്റെ അടുത്ത് അക്കൗണ്ടബിൾ ആണ്, അവന് ഹിസാബ് നേരിടുന്ന ആളാണ്. അപ്പോൾ നമുക്ക് ശിക്ഷ കിട്ടും അതിന്. അപ്പോൾ എന്താണ് ദീൻ എന്ന് പറഞ്ഞ സാധനമൊക്കെ കൂടിയ ഒരു ദായിറത്താണല്ലോ ദീന്. ഒന്ന് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, മാറ്റി വെക്കാൻ പറ്റൂല. എല്ലാം കൂടെ കൂടുമ്പോഴേ ശരീഅത്ത് പൂർണ്ണമാവുള്ളൂ. അപ്പൊ ഇങ്ങനെ ഉള്ള ഒരു കൈൻഡ് ഓഫ് അക്കൗണ്ടബിലിറ്റി നമുക്ക് എവിടെ ലഭ്യമല്ല, നമുക്ക് ഒരിക്കലും കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതേ സമയത്ത് നമ്മൾ മുഫ്തിയോടെ പരിഗണിക്കണം. മുഫ്തിയുടെ നിയത്ത് അനുസരിച്ചാണ് മുഫ്തിക്ക് റിവാർഡ് കിട്ടുക. അവന് ഈ ഇജ്തിഹാദ് മനഃപൂർവ്വം പേപ്പിച്ച അവൻ കുറ്റക്കാരനാണ്, തർക്കമില്ല. നേരെ മറിച്ച് അവന് ആത്മാർത്ഥമായി അധ്വാനിച്ചു, കിതാബ് നോക്കി കണ്ടെത്തി ഒരു ഉത്തരം പറഞ്ഞു, അത് തെറ്റായി പോയി ബൈ ചാൻസ്, അതനുസരിച്ച് ആളുകൾ അമൽ ചെയ്തു, അവർക്ക് പ്രശ്നമില്ല. കാരണം അവിടെയും ഹദീസ് എന്താ പറഞ്ഞത്? ഫലവും അജ്ർ വാഹിദ് എന്നുള്ളതാണ്. അതുപോലെ ചിലപ്പോൾ സൂചിപ്പിക്കാൻ വിട്ടുപോയൊരു വിഷയമാണ്, ഫത്വയിൽ എപ്പോഴും വരുന്നതാണ് കോണ്ടക്സ്റ്റൽ അൽ വാഖ് അല്ലേ. ഫത്വ എന്നുള്ളത് നേരത്തെ പറഞ്ഞല്ലോ, ഒരു തസ്വീർ ആണെന്ന് പറഞ്ഞല്ലോ. തസ്വീർ സംഭവിക്കുന്ന ആ വാക്യം പരിശോധിക്കണം, കോണ്ടക്സ്റ്റൽ റീഡിങ്. ആ സാധനം എഐക്ക് കിട്ടൂല, പ്രോംപ്റ്റ് ചെയ്യാം. പക്ഷെ പ്രോംപ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റിന് ഉത്തരം കിട്ടുള്ളൂ. നമ്മൾ പ്രോംപ്റ്റ് കൊടുക്കുമ്പോഴും അവിടെ ലാംഗ്വേജ് ലിമിറ്റേഷൻ ഓഫ് ലാംഗ്വേജ് വരുന്നുണ്ട്. എന്നാൽ നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റ് അതേ രീതിയിൽ അല്ലെങ്കിൽ അതിന് യൂസേജ് ഓഫ് ചില ടേംസുകൾ ഉണ്ടല്ലോ, അതിൽ മാറ്റം വന്നാൽ അത് റീഡ് ചെയ്ത് മാറും. ചെയ്യാം, ഹ്യൂമൻ ചെയ്യാം. പക്ഷെ അവിടെ ഞാൻ പറഞ്ഞ പോലെ ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ ഒരു ഹ്യൂമൻ ഇന്റർപ്രിട്ടേഷൻ അവിടെ ആവശ്യമാണ്. അവസാനം അത് വാലിഡേഷൻ നൽകാൻ വേണ്ടി മനുഷ്യന്റെ ഒരു പവർ അവിടെയും ആവശ്യമാണ്. അവസാനം റെസ്പോൺസിബിലിറ്റി വരിക തെറ്റാകുമ്പോഴാണ്, അതായത് ഫത്വ ശരിയാകുമ്പോൾ റെസ്പോൺസിബിലിറ്റി വരും. അപ്പോ ഒരു കാര്യം റെസ്പോൺസിബിൾ ആവാന്ന ശരിയാകുമ്പോഴും വരും. ശരിയായ ഉത്തരവാദിത്തയാക്കാണ്. ഒരു ഫത്വ തെറ്റാന്ന് പറഞ്ഞാൽ ഈ മനുഷ്യന്റെ ഭാഗത്തുനിന്ന് ഇത്രയും കിതാബുകൾ നമ്മൾ റെഫറൻസ് കൊടുക്കുമ്പോൾ അതിൽ നിന്നേ വരുള്ളൂ ഉത്തരം. കാരണം നമ്മൾ അങ്ങനെ പറയാം. അപ്പൊ പിന്നെ അതിൽ നിന്നൊരു തെറ്റായ സാധനമില്ല. കാരണം നമുക്ക് അതിന് എക്സാമിൻ ചെയ്യാൻ പറയും, എങ്ങനെയാണ് ഈ ഒരു ആൻസറിലേക്ക് എത്തിയതെന്ന് വെച്ചാൽ അത് കൃത്യമായിട്ട് പറയും എന്താണ്. അപ്പൊ അതിലൊരു തെറ്റ് വരാൻ സാധ്യത അവിടെ വരില്ലല്ലോ. എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർ ഇന്റർപ്രിറ്റ് ചെയ്യുമ്പോൾ ഇതേ ക്വസ്റ്റ്യൻ ഹ്യൂമണിലേക്കും വരും. കാരണം നമുക്ക് ഉസൂലുണ്ട്, ഈ ഉസൂലിൽ നമ്മൾ ഇജ്തിഹാദ് ചെയ്തു, ഞാനൊരു ഹുക്കുമിലേക്ക് എത്തി, നിങ്ങൾ ഇതേ ഉസൂൽ ഉപയോഗിച്ചപ്പോൾ എവിടെ എത്താം? അതുകൊണ്ടല്ലേ 4 മദ്ഹബ് ഉണ്ടായത്. ഫോർ എക്സാമ്പിൾ, ഒരേ ഉസൂലാണ്, ഒരേ ദലീലാണ്, ഒരേ ദലീൽ നമ്മൾ വ്യത്യസ്ത ആളുകൾ ഇന്റർപ്രറ്റ് ചെയ്തപ്പോൾ വ്യത്യസ്ത ഉത്തരങ്ങളിലേക്ക് എത്തി. എന്തുകൊണ്ടാണ് ഉത്തരങ്ങളിലേക്ക് എത്താനുള്ള കാരണം? അവരുടെ ആ ത്വരീഖത്ത് തഫ്കീർ മുഖ്തലിഫായത് വ്യത്യസ്തമായതുകൊണ്ടാണ്. എന്നതുപോലെ ഇവിടെയും വരും, പ്രോഗ്രാമിങ്ങിലും വരും. ഇപ്പം എത്ര പ്രോഗ്രാമിങ്ങിൽ വന്നാലും അതിനെ പിന്നീട് ഒരു മുഫ്തി അതിനെ വാലിഡേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ആ മുഫ്തിയുടേതായിട്ട് പറയാൻ പറ്റും. മറ്റതൊരിക്കലും ഇത് ഇഷ്യൂഡ് ബൈ ChatGPT എന്ന് പറയുന്നത് നമുക്കൊരിക്കലും അതിന് വാലിഡേഷൻ കൊടുക്കാനുണ്ടാവില്ല. ശരിയാവുമ്പോൾ വളരെ ബുദ്ധിമുട്ടുണ്ട്, പ്രയാസമാണ്. പിന്നെ ഈ മീറാസിന്റെ വിഷയങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ഉദാഹരണത്തിന് ഇപ്പൊ അതിന് ഫിക്സഡ് ആയിട്ടുള്ള സാധനമല്ലേ, മാറില്ലല്ലോ. അപ്പോ അൽമാരീസ് പോലത്തെ ഒരു AI സാധനങ്ങള് അതിൽ നമുക്ക് നമ്മളെ മദ്ഹബ് ചൂസ് ചെയ്യാനുള്ള അവസരമുണ്ട്. നമ്മൾ ആരൊക്കെയാണ് കറക്റ്റ് സാധനങ്ങൾ കൃത്യമായിട്ട് കൊടുത്തിട്ട് ലാസ്റ്റ് കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് വരുവാണെന്നൊക്കെ. അപ്പോൾ അതിനൊക്കെ ഇങ്ങനത്തെ വിഷയങ്ങളിൽ മാത്രം നമുക്ക് ഒരു മുഫ്തിയായിട്ട് പരിഗണിക്കാൻ പറ്റും. ഇങ്ങനത്തെ വാലിഡേഷൻ അത് നമുക്ക് അവലംബിക്കാൻ പറ്റും. കാരണം അത് ഞാൻ പറഞ്ഞല്ലോ, മീറാസിന്റെ ആപ്പുകളുണ്ട്. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ആപ്പുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ആപ്പിൽ ഫ്രോഡും ഉണ്ട്, നല്ലതുകൊണ്ട്. രണ്ട് നമ്മൾ
അതിൻ്റെ റിവ്യൂസൊക്കെ നോക്കി, റിവ്യൂസ് നോക്കിയാൽ മാത്രമേ, റിവ്യൂസ് വരെ പെയ്ഡാണ് നിലവിൽ. അപ്പോൾ നമ്മൾ രണ്ടും നോക്കിയിട്ട് അത് വാലിഡേറ്റ് ചെയ്തെടുക്കണം. ഞാൻ ചോദിച്ചതിൽ പറഞ്ഞ ക്ലിയർ ആയോ? ആദ്യം അത് വാലിഡേറ്റ് ഈ ആപ്പ് ഒതന്റിക് ആണോ അല്ലെന്നുള്ള അത് വാലിഡേറ്റ് ചെയ്യണം, എന്നിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് തന്നെ മുമ്പ് എന്തൊക്കെ ഓപ്പറക്കാനുള്ള പ്രോഗ്രാമുകളൊക്കെ നടന്നിരുന്നു പണ്ട്, പിന്നെ എന്തായെന്ന് എനിക്കറിയില്ല, ചെയ്യാവുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇസ്ലാമിക് ഫൈനാൻസുമായി ബന്ധപ്പെട്ട് മീറാസിൽ വരുന്നുണ്ട്, സക്കാത്തിൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ വേറെ വിഷയത്തിലൂടെ വരുന്ന ഓർമ്മല്ല, ഇതുമായി ബന്ധപ്പെട്ട ആപ്പുകൾ നിലവിൽ ലഭ്യമാണ്. ഇപ്പൊ സക്കാത്ത് ഞാൻ പറഞ്ഞു ഫിക്സഡ് ആയി കൊടുത്താൽ നമുക്ക് ഉത്തരം കിട്ടും. അതായത് ഒരാളുടെ കയ്യിൽ ഇത്രയും ഫോർ എക്സാമ്പിൾ ക്യാഷ് ഉണ്ട്, എത്ര സക്കാത്ത് കൊടുക്കണം, അത് ഫിക്സഡ് ആണ്. കാരണം അത് മാത്തമാറ്റിക്സ് കണക്ക് വരുന്ന സാധനമാണല്ലോ, അത് അവിടെ തെറ്റ് വരില്ല, നമുക്കത് അവലംബിക്കാം. നേരെ മറിച്ച് അതല്ലാത്ത വിഷയങ്ങൾ, ഇപ്പൊ ഫറായിദ് അല്ലാത്ത വിഷയങ്ങൾ, ഈ ഫറായിദിനും പ്രശ്നം വരും ചിലപ്പോൾ. ഫറായിദിൽ കൺഫ്യൂസ്ഡ് ആയ ക്വസ്റ്റ്യൻസുകൾ വരുന്നുണ്ട്, കോംപ്ലിക്കേറ്റഡ് ആയ മസലകളുണ്ട്, ആ ഒരു പോലത്തെ വിഷയങ്ങൾ വരുന്നുണ്ട്, അതുപോലെ ജദ്ദുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുന്നുണ്ട്, വേറെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. മാത്രമല്ല ഇവിടെ ഇനി മറ്റേ അഹുൻ ഷക്കീഖ്, അഹുൽ യുമ്മ്, അഹുൽ യബക്ക് വന്ന് ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആവും. പക്ഷെ ഏറെക്കുറെ മറ്റു വിഷയങ്ങളെ അപേക്ഷിച്ച് ഫറായിദും സക്കാത്തൊക്കെ എന്താവാം ശരിയാവാം, കാരണം അതൊക്കെ കണക്കുമായി ബന്ധപ്പെട്ട സാധനങ്ങളാണ്, അതൊക്കെ ഒരു ഫിക്സഡ് രൂപമുണ്ട്. നേരെ മറിച്ച് തൊലാഖിന്റെ ഒരു കേസിന് നമുക്ക് ഫിക്സ് ആയ രൂപമില്ലല്ലോ. കാരണം ഈ തൊലാഖ് ചെല്ലിയ ആൾ എന്ത് വാക്കാണ് ഉപയോഗിച്ചെന്ന് പരിശോധിക്കണം അല്ലേ. അതിൽ കിനായത്തുണ്ട്, സ്വരീഹുണ്ട്, കിനായത്ത് കുറെ ഉറുഫ് അനുസരിച്ച് മാറും. അപ്പൊ ഈ ഉറുഫ് നമുക്ക് ഫിക്സ് ആയിട്ട് കൊടുക്കാൻ പറ്റൂല, ഏക്ക് കൊടുക്കാൻ പറ്റൂല. കാരണം ഉറുഫിന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ്സ് നോട്ട് ഫിക്സ്ഡ് എന്നുള്ളതാണ്. ഉറുഫ് മാറിക്കൊണ്ടിരിക്കും അല്ലേ, കാലഘട്ടം മാറാൻ ഉറുഫ് മാറൂലേ. ഉറുഫ് മാറുമ്പോൾ ഉറുഫിന്റെ മോൾ ബിനാഗ് ചെയ്ത എല്ലാ മസലയും മാറും. ഫോർ എക്സാമ്പിൾ നമ്മൾ സമയം പറയണേ, ഫോർ എക്സാമ്പിൾ നമ്മൾ നെഫക്കുമായി ബന്ധപ്പെട്ടത് മനസ്സിലായിട്ട് ഉദാഹരണം പറഞ്ഞു. നെഫക്കുമായി ബന്ധപ്പെട്ട മസല ഇപ്പൊ ഫത്തുൽ മൊയിനിൽ എടുത്താൽ പറയും നെഫക്ക 3 ടൈപ്പിലുണ്ട്. ഒന്ന് മുഅസ്സിറായുള്ള നെഫക്ക, 2 മുത്തവസ്തയുള്ള നെഫക്ക, 3 മൂസിർ നെഫക്ക. അവിടെ പറയും മുദ്ദാനി, മുദ്ദുൻ വാഹിദ്, അല്ലെങ്കിൽ നിസ്ഫുൽ മുദ് എന്നൊക്കെ പറയും അല്ലേ. നെഫക്ക കൊടുക്കാൻ മനസ്സിലായില്ലേ, വീട്ടിൽ നമ്മൾ നമ്മുടെ മക്കൾക്ക് ചിലവ് വാങ്ങി ഭാര്യയ്ക്ക് ചിലവിന് കൊടുക്കുക ഫോർ എക്സാമ്പിൾ. അപ്പൊ ഈ ഒരു സാധനം പഴയ കാലത്ത് മുദ്ദുൻ വാഹിദ് എന്നാ പറഞ്ഞത്, ആ മുദ്ദുൻ വാഹിദ് നിന്ന് മാറിയില്ലേ, ഇന്ന് നഫക്കിന്റെ ടൈപ്പൊക്കെ മാറിയില്ലേ. അതാണ് അന്നത്തെ ഉറുഫ് അനുസരിച്ച് വന്ന ഒരു നിയമമായിരുന്നു അത്. അപ്പൊ ഫോർ എക്സാമ്പിൾ ഹദീസിൽ കാണാൻ പറ്റും അൽ വസ്നു മക്ക വൽ മിക്കിയാലു മദീന. വസ്ന തൂക്കം, മക്കത്തെ തൂക്കം ചെയ്ത തൂക്കം. ഇന്ന് ആരാണ് മക്കത്തെ തൂക്കം ചെയ്ത് തൂക്കണത് ഇവിടെ? ഇന്ന് നമുക്ക് ഇന്റർനാഷണൽ ലോ ഓഫ് മെഷർമെന്റ് വന്നില്ലേ. ഇപ്പൊ 1 കിലോഗ്രാം ഒരു സാധനം നമ്മൾ ഇവിടുന്ന് വാങ്ങിയാലും അവിടെ അമേരിക്ക പോയി വാങ്ങിയാലും അതിന്റെ തൂക്കം എത്രയാണ്? തുല്യല്ലേ, അതിന്റെ കനം തുല്യല്ലേ. നേരെ കുറച്ച് പഴയ കാലത്ത് അങ്ങനെ ആയിരുന്നോ? ഓരോ രാജ്യങ്ങളും അവർക്കനുസരിച്ച് തൂക്കം ഉണ്ടായിരുന്നത്. അപ്പോൾ ഹദീസിന്റെ നെസ് എന്താണ്? അൽ വസ്നു മക്ക വൽ മിക്കിയാലു മദീന. അപ്പൊ ഈ കയ്യിലും വസ്നും ഇന്ന് മക്കത്തെയും മദീനത്തെയും കണക്കനുസരിച്ചാണ് ചെയ്യുന്നത്. ഇതിന് ഈ അബൂ യൂസുഫ് തങ്ങൾ കൊടുത്തൊരു മറുപടി ഉണ്ട്. ഇതിന് ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇമാം അബൂ യൂസുഫ് റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഇത് റസൂല് അന്നത്തെ ഉറുഫ് അനുസരിച്ച് പറഞ്ഞ ഹുക്കുമാണ്. അതുകൊണ്ട് ഉറുഫ് മാറുമ്പോൾ ഈ ഹുക്കും എന്ത് ചെയ്യും? മാറും. ഇന്ന് നമുക്കിത് ഏകീകൃതമായ രൂപം വന്നു, അത് മാറി. അപ്പൊ ഉറുഫിന്റെ മേൽ ബിനാ ചെയ്യപ്പെട്ട മസലകൾ സ്വാഭാവികമായി ഉറുഫ് മാറുമ്പോൾ എന്ത് ചെയ്യും? മസലകൾ മാറും. അത് മാറണല്ലോ, അപ്പോഴല്ലേ ശരീഅത്തിന്റെ ഇസ്ലാമിന്റെ പ്രത്യേകത എന്താണ്? സലാഹിയത്തുഹു സാലിഹു ലികുല്ലി സമാൻ വൽ മക്കാൻ. എല്ലാ കാലഘട്ടങ്ങളിലേക്കും എല്ലാ സ്ഥലങ്ങളിലേക്കും ആപ്റ്റായ മതമാണ് ഇസ്ലാം. അങ്ങനെ ആപ്റ്റ് ആവണമെങ്കിൽ ഉറുഫ് മാറുമ്പോൾ ഉറുഫിൽ വന്ന വിഷയങ്ങൾ എന്ത് ചെയ്യണം? മാറും. പക്ഷേ നിസ്കാരം മറ്റൊന്നും മാറാം, കാരണം അത് ഉറുഫിന്റെ മേൽ വന്ന മസലകളല്ല, അത് ഖത്ഈയ നെസ്സിന്റെ മേൽ വന്ന മസലകൾ, അതൊരിക്കലും മാറാൻ പറ്റൂല. അപ്പൊ ഒരാള് ഒരു വലിയൊരു ഫിഖ് പണ്ഡിതന് ഒരു AI ഉണ്ടാക്കി, എന്നിട്ട് അയാൾ പറഞ്ഞു ഇത് കറക്റ്റ് വാലിഡ് ആണ്, ഇതിന് എന്ത് പ്രശ്നം വന്നാലും ഇയാൾ തന്നെ കുറെ പ്രോജക്റ്റ് സാധനങ്ങളൊക്കെ ചെയ്ത് നോക്കി ഫുൾ സെറ്റാണ്. എന്നിട്ട് അയാൾ പറഞ്ഞു ഇതിനെന്ത് വന്നാലും ഞാൻ അക്കൗണ്ടബിൾ ആണെന്ന് പറഞ്ഞാൽ അക്കൗണ്ടബിലിറ്റി അയാൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു AI നമുക്ക് അങ്ങനെ ഒരു മുഫ്തിയായിട്ട് ഇൻഡിപെൻഡന്റ് മുഫ്തിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. മുഫ്തിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും, പക്ഷെ അങ്ങനെ ഒരാൾ പറയില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു മുഫ്തി പറയില്ല. കാരണം ഞാൻ ഈ പറഞ്ഞ ഉറുഫ് നമ്മളെങ്ങനെ ഫിക്സ് ചെയ്യാം? ഇപ്പോ തൊലാഖിന്റെ കേസ് എടുത്തോളി, തൊലാഖ് നീ വേറെ എന്ത് എടുത്താലും ഇപ്പൊ ബൈന്റെ കേസ് എടുത്തോളി. ബൈ ശരിയാവണമെങ്കിൽ ഇജാബും കബൂലും വേണം അല്ലേ. പിന്നെ നമ്മൾ ബൈഉൽ മുആത്തത്തിലേക്ക് കൊടുക്കൽ വാങ്ങൽ മാത്രമേ ഇജാബും കബൂൽ പറയണ്ടോ? നമ്മൾ കടയിൽ പോയിട്ട് ഒരു സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ ഞാൻ ഈ ഇത്ര പൈസക്ക് ഈ സാധനം വാങ്ങി ഞാൻ എനിക്കത് വിറ്റു സാധനം പറയുന്നുണ്ടോ? അവിടെ നമ്മൾ ബൈഉൽ മുആത്തത്ത് എന്നുള്ള ഇമാം നബി തങ്ങളൊക്കെ പറയുന്ന അഭിപ്രായത്തിലാണ് നമ്മൾ സ്വീകരിക്കുന്നത്. കൊടുക്കൽ വാങ്ങലുകൾ തന്നെ എന്താണ്? ഇജാബിന്റെയും കബൂലിന്റെയും സ്ഥാനത്തെന്ന് പറയുന്നു. പക്ഷെ അവിടെയും എന്ത് പറയുന്നുണ്ട്?
അവിടെയും ഈ സാധനം ഒരു കേസായിട്ട് സംഭവിച്ചു. ഫോർ എക്സാമ്പിൾ ഒരു പ്രശ്നമായിട്ട് വന്നു. ഇപ്പോൾ കോടതിയിലേക്ക് ഈ കേസ് എത്തി. ഞാൻ രണ്ട് സാധനങ്ങൾ തമ്മിൽ ഞാൻ അവനക്കിത് വിറ്റിടില്ല എന്ന് ഞാൻ പറഞ്ഞു. കേസ് ഓൻ്റെ സാധനം എടുത്തുകൊണ്ടുപോയി. ഓൻ പറഞ്ഞത് ഞാൻ വിറ്റാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ സാധനം വിറ്റിട്ടേ ഇല്ല എന്നൊരു കേസ് കോടതിയിലേക്ക് എത്തി. കോടതി എങ്ങനെ അതിന് വിധി പറയാം? എങ്കിൽ തൊലാഖിൻ്റെ കേസ് കോടതിയിലേക്ക് എത്തി. കോടതി എങ്ങനെ വിധി പറയാം? തൊലാഖ് ചൊല്ലാൻ വേണ്ടി അവൻ ഉപയോഗിച്ച വാക്ക് പരിശോധിച്ചിട്ട് പറയാം. ഇപ്പോൾ അവൻ പറഞ്ഞ വാക്ക് 3 തൊലാഖ് ചൊല്ലിയെന്നാണെങ്കിൽ 3 പോവും അല്ലേ? അവിടെ അപ്പോൾ ഇവൻ കോടതിയോട് പോയി പറയാണ് ഞാനൊരിക്കലും തൊലാഖെല്ലാം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ കുറച്ച് മുന്നേ ഒരു കേസ് വന്നു എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ ഭയങ്കര സ്നേഹത്തിലൊക്കെ പ്രശ്നങ്ങളൊന്നുമില്ല, ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ. ഇപ്പോൾ വൈഫ് ഇവരെന്തോ പ്രേമിച്ച് കല്യാണം കഴിച്ചാൽ തോന്നുന്നുണ്ട്. പക്ഷേ പെരക്കാർ തമ്മിൽ ഭയങ്കര ഇഷ്യൂസാണ്. ഇവൻ്റെ ഹസ്ബൻഡിൻ്റെ പെരക്കാരും വൈഫിൻ്റെ പെരക്കാരും ഒരു നിലക്കും മാച്ച് ആവണില്ല, നല്ല ഓരോ ഒക്കണില്ല. കാരണം ഇവർ തമ്മിൽ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചാണ്, പെരക്കാർക്ക് താല്പര്യമില്ല. അപ്പോൾ വൈഫ് ഇനി ഈ പ്രശ്നം സഹിക്കാൻ കഴിയാതെ വൈഫ് എന്നോട് പറഞ്ഞു ഇനി തൊലാഖ് കൊണ്ടാ 1 വർഷമൊക്കെ ഒരുമിച്ച് ജീവിച്ചതിന് ശേഷം തൊലാഖ് ചെല്ലും. മോൻ പറഞ്ഞു ഞാൻ ഒരിക്കലും തൊലാഖ് ചെല്ലൂല, എനിക്കതിന് അത്ര ഇഷ്ടമാണ്, തൊലാഖ് ചെല്ലില്ല. അപ്പം ഇവള് പറഞ്ഞു തൊലാഖ് അല്ലെങ്കിൽ ഞാൻ സൂയിസൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവന് ഇതിൻ്റെ പേര് തൊലാഖ് ചെല്ലി. ഇത് വന്ന ക്വസ്റ്റ്യനാണ്, സംഭവിച്ച സാധനം. ഇവിടെ അങ്ങനെ പത്ത് കൊടുക്കും. അപ്പോൾ ആ വ്യക്തി ചോദിക്കുകയാണ് ഇവിടെ തൊലാഖ് സംഭവിക്കുമല്ലയോ? ഇത് ഇക്രാഹിന്റെ മുക്രഹായി തൊലാഖ് സംഭവിക്കും ഇഖ്തിലാഫുണ്ടല്ലോ. ഈ ഇക്രാഹിന്റെ കാറ്റഗറൈസ് വരെ ശരീരത്തിൽ ചെയ്യുന്നുണ്ട്. ഇക്രാഹ് ഉണ്ടാവും, ഇക്രാഹ് ഇൽജാന്റെ ഇക്രാഹ്, ഇൽത്രാറിന്റെ കുറേ ഇക്രാഹുകൾ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ എങ്ങനെ നമുക്ക് ഫത്വ കൊടുക്കാൻ പറ്റും? ഇവിടെ നമ്മൾ ഈ വ്യക്തിയുടെ മനസ്സ് നീയത്ത് പരിഗണിക്കാൻ പറ്റുമോ? ഞാൻ ഒരിക്കലും തൊലാഖെല്ലാം ഉദ്ദേശിച്ചില്ല, ശനോൻ പറഞ്ഞു തൊലത്തുക്കി എന്ന് പറഞ്ഞു ഫോർ എക്സാമ്പിൾ. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് പഠനങ്ങളുണ്ട്. അതായത് ലീഗൽ ആൻഡ് എത്തിക്കൽ വശം, ലീഗൽ ആൻഡ് എത്തിക്സ് ഓഫ് സംതിങ്. അപ്പോൾ ഈ വ്യക്തിയുടെ മനസ്സിൽ ഒരിക്കലും എന്തില്ല, തൊലാഖ് ചെല്ലണമെന്ന് ഇല്ല, നിങ്ങൾക്ക് അത്രയും മഹബത്താണ്, ഒരു പ്രശ്നവുമില്ല. പക്ഷെ ലീഗലി അവിടെ എന്ത് സംഭവിച്ചു? കാരണം ഇവൻ എന്ത് ചെയ്തു? തൊലാഖ് സംഭവിക്കാനുള്ള വാക്ക് ഉപയോഗിച്ചു. അപ്പോൾ നമുക്ക് എന്തേ പറയാൻ പറ്റുള്ളൂ? ഒരു മുഫ്തിക്ക് എന്തേ പറയാൻ പറ്റുള്ളൂ? അവിടെ ഉച്ചരിക്കപ്പെട്ട പറഞ്ഞ വാക്ക് നോക്കിയിട്ട് വിധി കൊടുക്കാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് എല്ലാ മനുഷ്യനും നീയത്ത് പരിഗണിക്കുകയാണെങ്കിൽ ലോകത്തിൽ നിന്ന് തൊലാഖ് സംഭവിക്കുമോ? അത് ഒന്നും തീരുമാനമാവില്ലല്ലോ. കാരണം ആളുകൾക്ക് എന്തും പറഞ്ഞൂടെ. ഇപ്പോൾ കോടതിക്ക് ഒരു കേസ് എത്തിയാൽ ഇപ്പോൾ സാക്ഷി കൂറുമാറി നമ്മൾ പത്രങ്ങൾ വായിക്കാറില്ല, സാക്ഷിക്ക് കൂറുമാറി എന്ന് പറയും. ഈ സാക്ഷി കണ്ട ആളാവും, ഓൻ കണ്ടില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ കാളി ഡയറക്റ്റ് കണ്ടു, കാളിക്ക് വിധിക്കാൻ പറ്റുമോ? ഇസ്ലാമിക ശരീഅത്തിൽ കാളി ഒരു ക്രൈം നടക്കുന്ന ഡയറക്റ്റ് കണ്ടാൽ കാളിക്ക് വിധിക്കാൻ പറ്റുമോ? കാളിക്ക് പറഞ്ഞ ഇപ്പോൾ സിനയാണെങ്കിൽ അവിടെ പറഞ്ഞ 4 ഷാഹിദീങ്ങൾ വേണം, അല്ലെങ്കിൽ അത് കാളിക്ക് ബോധ്യപ്പെട്ടിട്ട് കാര്യമില്ല. കാരണം അങ്ങനത്തെ ഒരു ഡോർ ഇസ്ലാം ക്ലോസ് ചെയ്യാനുള്ള കാരണം എന്താണ്? കാളിക്ക് സ്വതന്ത്രമായി വിധിക്കാൻ പറ്റുമെന്ന് പറയുകയാണെങ്കിൽ കാളികളൊക്കെ അത് ചിലപ്പോൾ ഒരു റിവെഞ്ചിൻ്റെ ഭാഗമായി ഉപയോഗിക്കും. ഞാൻ കാളിയാണ്, എനിക്ക് മുന്നോട്ട് പ്രശ്നമുണ്ട്, ഇപ്പം ഞാൻ ഓന് ഇന്ന ആളെ ആക്രമിക്കണം ഞാൻ കണ്ടു പറഞ്ഞു, എനിക്ക് പറയാം. പക്ഷെ അത് സ്വീകരിക്കാൻ പറ്റില്ല. കാരണം എന്ത് വേണം? ഷാഹിദ് വേണം. ഈ ഷാഹിദ് കൂറുമാറി കാളിക്ക് എന്താ പറയുള്ളൂ? ഷാഹിദ് പറഞ്ഞ വാക്കനുസരിച്ച് വിധിക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ മോറൽ ഉത്തരവാദിത്വം ആർക്ക് ബാധകമല്ല. അപ്പോൾ റസൂൽ വരെ പറഞ്ഞല്ലോ, ഞാനൊരു വിധി പറയുകയാണെങ്കിൽ ഞാൻ ഒരു സാധനം നിങ്ങൾക്ക് ഹലാലിനെ ഹറാമാക്കുകയോ ഹറാമിനെ ഹലാലാക്കുകയോ ചെയ്യുന്നില്ല. ഞാൻ വിധിക്കുന്നത് എൻ്റെ അടുത്ത് വന്ന് തെളിവനുസരിച്ച് മാത്രമാണ്. ഞാനൊരു സാധനം വിധിച്ചുകൊണ്ട് ഇത് ഈ വ്യക്തിക്ക് ഹലാലാവുകയോ അത് മറ്റൊക്കെ ഹറാമാവുകയോ ചെയ്യോ ഇല്ലയെന്ന് റസൂൽ തന്നെ പറഞ്ഞതാണ്. കാരണം നമുക്ക് എപ്പോഴും വിധിക്കാൻ പറ്റിയ എന്തേ ഉള്ളൂ? ലോഹിർ നോക്കിയിട്ട് മാത്രമേ, നമുക്ക് മുമ്പിൽ ലഭ്യമായ എവിഡൻസുകൾ ഉപയോഗിച്ച് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതാണ് മനുഷ്യൻ്റെ ലിമിറ്റ്. അപ്പോഴല്ലേ അള്ളാഹ്ക്കൊക്കെ ഒരു പ്രസക്തി ഉള്ളൂ ഇവിടെ. അല്ലാതെ എല്ലാം നമുക്ക് നീയത്ത് നോക്കി പറയാൻ പറ്റുന്ന പറയുകയാണെങ്കിൽ മറ്റൊരു ലോകത്തിന് പ്രസക്തി ഇല്ലല്ലോ. കോണ്ടെക്സ്റ്റ് നമ്മൾ ChatGPT ആണെങ്കിലും AI ആണെങ്കിലൊക്കെ നമ്മൾ കോണ്ടെക്സ്റ്റ് വിശദീകരിച്ച് കൊടുത്തിട്ടായിരിക്കും പറയുണ്ടാവുക. ഇപ്പോൾ ഈ പറഞ്ഞ ഉറുഫായാലും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ, കാര്യങ്ങൾ ഇങ്ങനെയാണ്, കോണ്ടെക്സ്റ്റ് കറക്റ്റ് വിശദീകരിച്ച് കൊടുത്താൽ ഒരു മുഫ്തിനോട് എങ്ങനെയാണ് നമ്മൾ പറയുന്നത് അതേപോലെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താലും AI പറയുന്ന ഫത്വകൾ നമുക്ക് സ്വീകരിച്ചുകൂടെ? ഉറുഫും കാര്യങ്ങളൊക്കെ നമ്മളെ കോണ്ടെക്സ്റ്റ് വിശദീകരിക്കുന്ന മാതിരി കറക്റ്റ് വിശദീകരിച്ച് കൊടുത്താൽ അത് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് സ്വീകരിക്കാൻ പറ്റും. പക്ഷേ അപ്പോഴും നേരത്തെ പറഞ്ഞ അക്കൗണ്ടബിലിറ്റി സാധനം പൂർണ്ണമാണെങ്കിൽ എന്ത് ചെയ്യണം? ഒരു മുഫ്തിയുടെ റെക്കഗ്നീഷൻ അടിയിൽ വരേണ്ടത്. അതായത് നമുക്ക് കിട്ടിയ റിസൾട്ടിനെ ഒരു മുഫ്തി അനലൈസ് ചെയ്തിട്ട് നമുക്കത് അപ്രൂവ് ചെയ്യേണ്ടി വരും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മോറൽ ഒരു എത്തിക്കൽ ഇഷ്യൂസ് അവിടെയും വരുന്നുണ്ട്.
കാരണം ഈ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ അക്കൗണ്ടബിലിറ്റി എവിടെ വരുന്നത് എന്നുള്ളൊരു ചോദ്യം വെച്ച് നമ്മളിന്ന് ഉത്തരം പറയാം. ഇതിന് ആ റെസ്പോൺസിബിലിറ്റി നമുക്ക് ആർക്ക് കൊടുക്കാൻ പറ്റൂലല്ലോ. കാരണം ഈ AI എന്നുള്ള സാധനത്തിന് ഇഫ്താന് പറയുന്ന ബേസിക്കായ ഷുറൂത്തുകളുണ്ടല്ലോ. ഒരു അഹ്ലിയത്തു തെക്ലീഫുള്ള പ്രധാനപ്പെട്ട ഷർത്ത് എന്നാണ് അക്കിൽ ബാലി തുടങ്ങിയ ഒരുപാട് ഷുറൂത്തുകളുണ്ട്. അതുപോലെ അഹ്ലിയത്തുൽ ഇഫ്താ ഉണ്ട്. ഈ സാധനമൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് AIക്ക് വകവെച്ച് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് എ കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ. പിന്നെ നമ്മളിപ്പോൾ സ്വീകരിക്കണ മുഫ്തി എന്നുള്ള സംഭവം അത് പണ്ട് പറയണ മാതിരിക്കത്ത് മുഫ്തി അല്ലല്ലോ. അല്ല അപ്പോൾ ആ മുഫ്തിക്കല്ലേ നമ്മളിങ്ങനെ തെക്ലീഫ് വേണം അതേപോലെ ഇതൊക്കെ മനസ്സിലാവണമെന്നുള്ള ഒരു ഇതുള്ള ഇപ്പം നമ്മൾ പറയുന്നത് നെക്കിൽ ചെയ്യാന്നുള്ളൊരു അവസ്ഥയിലല്ലേ. അതായത് ഇപ്പോൾ കിതാബിൽ നോക്കി കണ്ടെത്തുക. ഈ നാക്കിലും മുക്കല്ലഫാവണ്ടേ? ആ നാക്കിൽ മുക്കല്ലഫ് ആവുകയാണെങ്കിലും ഇത് നമുക്ക് ഇന്ന കിതാബിൽ പറയുന്നുണ്ട് കണ്ടാൽ നമുക്ക് ആ കിതാബ് ജസ്റ്റ് നോക്കിയാൽ പോരെ. അത് മതി. അത് ഞാൻ പറഞ്ഞാൽ നമുക്ക് ഹെൽപ്പിങ്ങിന് വേണ്ടി ഉപയോഗിക്കാം. പക്ഷെ പിന്നെ നമ്മളിപ്പോൾ ഈ ഉലമാവ് പറയാനുള്ള കാരണം എന്താണ്, ഒരു ഹ്യൂമൻ വാലിഡേഷൻ പറയാനുള്ള കാരണം എന്താണ്, നേരത്തെ പറഞ്ഞ ഈ റെസ്പോൺസിബിലിറ്റി വിഷയം പരിഗണിച്ചുകൊണ്ട് മാത്രമാണ്. കാരണം നമ്മളിങ്ങനെ സ്വതന്ത്രമായിട്ടൊരു സാധനം തുറന്നു കൊടുത്താൽ ഇതുകൊണ്ടുണ്ടാകുന്ന ഒരു കോൺസിക്വൻസ് കൂടെ പരിഗണിക്കണം. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കേസ് വന്നു, രണ്ടാൾക്കിടയിൽ കേസ് വന്നു അല്ലേ, ഒരു തൊലാഖിൻ്റെ കേസ് വന്നു. അപ്പോൾ ഈ കേസ് നമ്മൾ AIനോട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇത് 2 ടീം ഉണ്ടാവുമല്ലോ, അപ്പുറത്തും തൊലാഖ് ചൊല്ലിന്ന് പറഞ്ഞ ടീമുണ്ടോ തൊലാഖ് പോയില്ലെന്ന് പറഞ്ഞ ടീമുണ്ട് സങ്കല്പിക്കുക. രണ്ടാളും അവർക്കനുസരിച്ച് പ്രോംപ്റ്റ് കൊടുത്ത ഉത്തരം 2 ഡിഫറൻ്റ് ആവും. അപ്പോൾ ഇതിന് ഒരു കട്ടണ്ടായിട്ട് വിധി പറയണ്ടേ, ഇവിടെ നിങ്ങൾക്കിടയിൽ തൊലാഖ് സംഭവിച്ചിട്ടുണ്ട്, നിങ്ങൾ വേർപിരിഞ്ഞ് ജീവിക്കണം, അതല്ലെങ്കിൽ തൊലാഖ് സംഭവിച്ചിട്ടില്ല എന്ന് പറയാൻ ഒരു ഒതന്റിക് ഒരാൾ പറയണമല്ലോ. ആ ഒതന്റിസിറ്റി നമുക്ക് AIക്ക് കൊടുക്കാൻ പറ്റുമോ? അല്ല, നമ്മളിപ്പോഴുള്ള AI ഉപയോഗിക്കുന്നതിന് പകരം ഒരു AI ഇതിനായിട്ട് ഉലമാക്കൾ കൂടി ഉണ്ടാക്കി അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒന്നും കൂടിയും കൺവിൻസിങ് ആയ രീതിയിലാവൂലേ. പക്ഷെ അവിടെയും പറഞ്ഞ ഉലമാക്കൾ അതിന് സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ഹ്യൂമൻ വാലിഡേഷൻ വന്നു. ഓക്കെ, ഏത് AI ആണെങ്കിലും മനുഷ്യന്മാരുണ്ടാക്കുന്നതാണല്ലേ. അതിന് നമ്മൾ വാലിഡേഷൻ കൊടുത്താലും ഒക്കെയാണ്, പ്രശ്നമില്ല. അപ്പോൾ ഈ കമ്മിറ്റി അതിന് നമ്മൾ വാലിഡേറ്റ് ചെയ്താലും ഓക്കെയാണ്, അതിനൊരു ലെജിറ്റിമസി കൊടുക്കണം എന്നുള്ളൂ. അപ്പോൾ പ്രശ്നം കാരണം അവിടെ അപ്പോഴും ഫലത്തിൽ എന്താണ് സംഭവിക്കുന്നത്. ഇപ്പം ഞാനൊരു മുഫ്തി ആണെങ്കിൽ ഞാൻ നെക്കിൽ കണ്ടെത്താൻ വേണ്ടി ഒരു അസിസ്റ്റന്റ് മുഫ്തിനെ ഏൽപ്പിച്ചു ഫോർ എക്സാമ്പിൾ. ആ സാധനം കിട്ടി എൻ്റെ കൈ കൊണ്ടുവന്നു, ഞാൻ അതിനെ അപ്രൂവ് ചെയ്യുന്നു, അതേ പ്രവർത്തനമാണ് നടക്കുന്നത്. അല്ല, അപ്പോൾ ആ ഒരു AIയും അതിൻ്റെ റിസൾട്ട് തന്നാൽ പിന്നെയും അതിൻ്റെ അതുണ്ടാക്കിയ ആളുകളുടെയോ അല്ലെങ്കിൽ മറ്റ് പണ്ഡിതന്മാരുടെയോ അപ്രൂവൽ വേണം. അവർ കമ്മിറ്റി അപ്രൂവ് ചെയ്യുന്നതാണ് നിലവിലുള്ള പണ്ഡിതന്മാർ പറയുന്നത്. ഇതുവരെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന സോഴ്സിന് ഒരിക്കലും നിരുപാധികം നമുക്ക് AIകളെ ഇങ്ങനെ നിലവിൽ ലഭ്യമായ AIകളെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ആരും പറഞ്ഞത് കണ്ടിട്ടില്ല. അല്ല, നിലവിൽ ലഭ്യമായതല്ല, നമ്മളെന്ത് ഉണ്ടാക്കാവുന്നതാണ്. നമുക്കൊരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷെ നിലവിൽ ലഭ്യമായ സാധനത്തിൽ ഇങ്ങനെ കണ്ടിട്ടില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഞാൻ പറഞ്ഞില്ലേ, നിലവിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരുപാട് പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളൊക്കെ ഫത്വകളൊക്കെ വന്നത് നേരെ തിരിച്ചാണ്. കാരണം ഈ പറഞ്ഞ തസ്വീർ ആണെങ്കിലും തെക്കീഫ് ആണെങ്കിലും ബയാനുൽ ഹുക്കും ആണെങ്കിലും ഇസ്താറുൽ ഫത്വ ആണെങ്കിലും ഇതിന് സിനാഅത്തുൽ ഫത്വ എന്നുള്ള ഇപ്പോൾ നമുക്ക് ഏറ്റവും മനസ്സിലാകാൻ വേണ്ടി ഇപ്പോൾ നമ്മളെ സിനാഅത്തുൽ ഫത്വ ഫിഖ്ഹുൽ അഖ്ലിയ എന്ന് പറഞ്ഞ കിതാബുണ്ട്, മോഡേൺ നമ്മളെ ഷെയ്ഖ് അബ്ദുല്ലാഹി ബിൻ ബയ്യുടെ കിതാബാണ്. അതിൻ്റെ തുടക്കത്തിലുപരി സിനാഅത്തുൽ ഫത്വ എന്താണെന്ന് ഈ ഫത്വയുടെ അഹമ്മിയത്ത് പറയുന്നുണ്ട്. അതിൻ്റെ ഒരു അഹമ്മിയത്ത്, അതുപോലെ തന്നെ അതിൻ്റെ ഒരു എന്താ പറയുക, അതുണ്ടാക്കുന്ന കോൺസിക്വൻസ്, തെറ്റിയാൽ മിസ്റ്റേക്ക് സംഭവിച്ചാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് അതിൻ്റെ ഒരു മസ്തൂരിയത്തൊക്കെ പറയുന്നുണ്ട്. അത് നമുക്ക് പറഞ്ഞാൽ അത് മൂപ്പര് നമ്മുടെ തുറാസിൻ്റെ കിതാബിൽ നിന്ന് ഇബാറത്തുകൾ എടുത്തിട്ട് പറയാണ്. അത് വായിച്ചാൽ ഒരുപാട് കിതാബിൻ്റെ ഇബാറത്ത് ഒറ്റയ്ക്ക് കിട്ടും. മറ്റേ കിതാബൊക്കെ നോക്കുന്നതിന് പകരം ഒറ്റയ്ക്ക് വായിച്ച എല്ലാ വിഷയങ്ങളും ഒരു എന്താ പറയുക വലഹാസലായി മനസ്സിലാക്കാൻ പറ്റും. സിനാഅത്തുൽ ഫത്വ എന്നുള്ളത് അത് പൂർണ്ണമായിട്ട് നമുക്ക് എല്ലാ അഭിപ്രായങ്ങളും സ്വീകരിക്കാൻ പറ്റില്ല, പക്ഷെ ഒരു ഓവറോൾ ഐഡിയ കിട്ടും വായിച്ചാൽ. ഇൻഷാ അല്ലാഹ്. ഈ നമ്മൾ കിബില നിർണ്ണയിക്കുന്ന വിഷയത്തിലൊക്കെ അവിടെ ഷർത്തായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആപ്പ് ഉപയോഗിക്കുമ്പോൾ എനിക്കൊരു മുജറബത്തുൽ ഹിസാബാണുള്ളത്. അപ്പോൾ ആ ഒരു കണ്ടീഷൻ ഇവിടെ വെച്ചാൽ അതിന് കിബിലിൻ്റെ വിഷയവും രണ്ടും വ്യത്യാസമുണ്ട്. കിബിലിൻ്റെ വിഷയത്തിൽ നമ്മുടെ കിതാബിലേക്ക് പറയുമ്പോൾ ഒരുപാട് രീതി പറയുന്നുണ്ട്. കിബില നിർണ്ണയിക്കാനുള്ള രീതി ഒരുപാട് പറയുന്നുണ്ട്. അതിൽ ഒരു രീതി പറയണത്, നമ്മൾ ഒരു നാട്ടിലേക്ക് എത്തിയാൽ അവിടുത്തെ പള്ളിയുടെ മിഹ്റാബ് നോക്കാന്നൊരു ഉദാഹരണം പറയുന്നുണ്ട്. നമ്മളൊരു നാട്ടിലേക്ക് എത്തിയാൽ അവിടുത്തെ പള്ളി നോക്കി നമ്മൾ നിസ്കരിക്കൂലേ, കാരണം പള്ളിയുടെ അപ്പം നമ്മുടെ നാട്ടിലെത്തിയാൽ പറയില്ലേ പള്ളി ആ ഭാഗത്തേക്കാണ് അവിടെ നിസ്കരിച്ചു പള്ളി എന്ന് പറയും അല്ലേ. അത് എന്താണ് തെജ്രിബത്ത് എന്നുള്ളത് അവിടെ ഒരു ടൂളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ശരീഅത്ത് അംഗീകരിക്കുന്നുണ്ട്. തെജ്രിബത്ത് പരിഗണിക്കാവുന്ന ഒരു ടൂളായിട്ട് ശരീഅത്ത് അംഗീകരിക്കുന്നുണ്ട്. അതേ അംഗീകാരം ശരീഅത്തോടെ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. എന്നാൽ കിബിലയുടെ വിഷയത്തിൽ ഇങ്ങനെ നമുക്ക് മുജറബായ ഒരു കൗലി സ്വീകരിക്കാം, ഈ മുജറബായ രീതി സ്വീകരിക്കാം എന്നുള്ളത് ഒരു ടൂളായിട്ട് ശരിയ പറയുന്നുണ്ട്. അങ്ങനത്തെ ഒരു സാധനം നമുക്ക് ഇഫ്താഹിൻ്റെ അവിടെ എന്ത് ചെയ്യാൻ
കാണാൻ പറ്റില്ല. എന്നാൽ ഹനഫി മദ്ഹബിലൊക്കെ നോക്കുകയാണെങ്കിൽ ഹനഫി മദ്ഹബിൽ ഇബ്നു ആബിദീൻ തങ്ങളെ തോന്നുന്നുണ്ട് വഖഫിൻ്റെ അവിടെ പറയുന്നൊരു ഒരു പ്രയോഗമുണ്ട്, കാദിൽ ജന്ന എന്ന് ഉപയോഗിക്കുന്നുണ്ട്. കാദിൽ ജന്ന മറ്റൊരു മദ്ഹബിലും ഈ ഒരു ടേം ഞാൻ കണ്ടിട്ടില്ല. അതായത് നമ്മൾ വഖഫ് സ്വത്ത് ഷാഫി മദ്ഹബൻ സിലായു ബാവു മൗഖൂഫുൻ വലായു ഹബു എന്നല്ലേ, ഒരു നിലക്ക് നമുക്ക് അതിന് തബ്ദീൽ ചെയ്യാനോ വെക്കാനോ പറ്റൂല. എന്നാൽ ഹനഫി മദ്ഹബിൽ ഇസ്തിബ്ദാൽ വഖഫ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഒരു വഖഫ് നമ്മൾ പള്ളിക്ക് ഒരു ഭൂമി വഖഫ് ചെയ്താൽ ആ ഭൂമി പള്ളിക്ക് ഒരു മൻഫഅത്ത് അതുകൊണ്ടില്ല. അപ്പൊ ഇതിനേക്കാൾ മൻഫഅത്ത് കൂടി മറ്റൊരു ഭൂമിയോട് നമുക്ക് ഈ ഭൂമി ഇസ്തിബ്ദാൽ ചെയ്യാം എന്നൊരു അഭിപ്രായം ഹനഫി മദ്ഹബിലുണ്ട്. അതനുസരിച്ച് നമ്മുടെ പണ്ഡിതന്മാർക്ക് ഫത്വ കൊടുക്കാറുണ്ട്. അവിടെ ഉപയോഗിക്കുന്നത് ഈ മൻഫഅത്ത് തീരുമാനിക്കേണ്ട വ്യക്തി ആരാണെന്നുള്ളതാണ്. കാദിൽ ജന്ന എന്നൊരു പ്രയോഗം പറയുന്നുണ്ട്. കാദിൽ ജന്ന എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഹദീസിന്റെ നെസ്സാണ്. അതായത് കാളി 3 വിധമാണ്, കുലാത്ത് 3 വിധമാണ്, കാളിയാനി ഫിന്നാർ, കാലിൻ ഫിൽ ജന്ന എന്ന് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അത്രയും എന്താ പറയുക തഖ്വയൊക്കെയുള്ള വറയൊക്കെയുള്ള സൂക്ഷ്മതയുള്ള ഒരു വ്യക്തിയാവണം എന്നതിലേക്ക് സൂചിപ്പിക്കുവാനാണ് കാലിൽ ജന്ന എന്ന് പറയാനുള്ള കാരണം. അപ്പൊ അങ്ങനത്തെ ഒരു കാലിൽ ജന്ന എന്ന് വരെ ഉലമാ എന്ത് ചെയ്യുന്നുണ്ട്, ഈ കാലിന്റെ വിഷയത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അത്രയും സൂക്ഷ്മത ഉണ്ട് അവിടെ. ആ ഒരു സാധനം നമുക്ക് അത്രയും ഒരു ഇഹ്തിയാത്തും ഒരു വറവും തഖ്വയും നമുക്ക് ഇവിടെ വരുന്ന ഓട്ടോമേറ്റഡ് ആയ അല്ലെങ്കിൽ അൽഗോറിതമിക് ആയ ഒരു സാധനത്തിലേക്ക് നമുക്ക് നൽകാൻ പറ്റുമോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ അവിടെ വളരെ വാലിഡാണ്. ഈ കലാന്ന് ഇഫ്താന്നൊക്കെ പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആണ്. കാരണം അതുപോലെ തഹ്ലീലിന്റെയും തഹരീമിന്റെയും മസലാണല്ലോ, അതാണ് അടിസ്ഥാനപരമായ ഇഷ്യൂ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് ടെക്നോളജിക്കൽ എഫിഷ്യൻസി വേഴ്സസ് ഹ്യൂമൻ ഇന്റർപ്രിട്ടേഷൻ കപ്പാസിറ്റി തമ്മിലുള്ള ഒരു ഫൈറ്റാണ്, ഒരു ഡിബേറ്റാണ്. പിന്നെ ഈ റെസ്പോൺസിബിലിറ്റി എന്നുള്ളത് ഒരു സോഷ്യൽ കോൺസിക്വൻസ് ഉള്ളിടത്ത് മാത്രമല്ലാണോ, അതോ ബോധിയ വിഷയങ്ങളിൽ ഇതേ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവോ? ഫത്വയിൽ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിലും ഉണ്ടാവും. അഹ്ലിയത്തുൽ ഇഫ്താ എന്ന് പറയാൻ നമുക്ക് അതിനെ കുറിച്ച് റീതിങ്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഫിക്കയിൽ ഉണ്ടാവോ? കാരണം മനുഷ്യന്മാരെ കുറിച്ച് ഒരുപാട് പറഞ്ഞു, എഐനെ കുറിച്ചും പറഞ്ഞു. പക്ഷെ ഇതിന് കമ്പയർ ചെയ്യുമ്പോൾ പലതിലും എഐൻ്റെ ലിമിറ്റേഷനേക്കാൾ കൂടുതൽ ലിമിറ്റേഷൻസ് ഉള്ളത് മനുഷ്യനാണ്. അപ്പോൾ അൽഗോറിതം എന്ന് പറയുന്ന സാധനം മനുഷ്യനായിരിക്കും കൂടുതൽ ബയസ്ഡ് ആവുക. സോഴ്സ് എന്ന് പറയുമ്പോൾ മനുഷ്യനായിരിക്കും സോഴ്സ് ലിമിറ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കൂടുതൽ സോഴ്സിലേക്ക് അവൈലബിൾ ആയ ബയസ്ഡ് അല്ലാത്ത അൽഗോരിതത്തെ നമുക്ക് റീഡിസൈൻ ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു എഐനെ നമുക്ക് റീഡിസൈൻ ചെയ്തിട്ട് ഈ ഉബൂദിയായ വിഷയങ്ങളിലേക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഈ തെക്ലീഫ് എന്നുള്ള സാധനം അവിടെ അപ്പോഴും റെലവൻ്റ് ആണ്. അങ്ങനെ അല്ലാത്ത രീതിയിൽ ചിന്തിക്കാൻ കഴിയുമെന്നാണ്. അങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാവുന്നതാണ്. പക്ഷെ അതിലൊക്കെ ലാസ്റ്റ് അറ്റ് എൻഡ് ഓഫ് ദി ഡേ എന്ന് പറഞ്ഞാൽ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഹിസാബിൻ്റെ വിഷയങ്ങൾ വരും. നെറ്റ്വർക്ക് അക്കൗണ്ടബിലിറ്റി തന്നെ എന്ന് പറഞ്ഞാൽ ഇത് മനുഷ്യൻ ചെയ്യുമ്പോഴേ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് അക്കാഡമിക്സിലൊക്കെ വായിക്കാൻ താല്പര്യമുള്ളവർക്ക് വായിക്കാൻ പറ്റിയ ഒരുപാട് ആർട്ടിക്കിൾസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ലീഗൽ ആൻഡ് എത്തിക്കൽ ഡിഫറൻസസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഹനഫി മദ്ഹബിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഷാഫി മദ്ഹബിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നത് എന്നുള്ള ഒരുപാട് പഠനങ്ങളുണ്ട്. കാരണം നമ്മുടെ ഫിക്കിൻ്റെ കിതാബുകളിലൊക്കെ ഒരുപാട് സാധനം തദയ്യുന് കണ്ടിട്ടുണ്ട്. നമ്മൾ തദയ്യുൻ ആചരിക്കുക എന്ന് പറയില്ലേ, അല്ലേ? തദയ്യുന് കണ്ടിട്ടില്ലേ? തദയ്യുൻ എന്നുള്ള യുദയ്യനു ബിഹി എന്നൊക്കെ കണ്ടിട്ടില്ലേ ഇബാറത്ത്? അവിടെ എന്താ സംഭവം എന്ന് പറഞ്ഞാല്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഹസ്ബൻഡ് ഒരു വൈഫിന് തൊലാക്കില്ലേ സങ്കല്പിക്കുക. അപ്പോൾ കാദിക്ക് അത് സ്ഥിരപ്പെടുത്താനുള്ള ഒരു സാധനം ഇല്ല. അപ്പോൾ കാദി തൊലാക്ക് സംഭവിച്ചില്ല എന്ന് ഇത് പറഞ്ഞു. ഷിബയ്ക്ക് രണ്ടാൾക്കും അറിയാം അവിടെ ശരിക്കും എന്താണ് സംഭവിച്ചെന്നുള്ളത്. അവിടെ യുദയ്യൻ എന്ന ഫിക്കിന്റെ കിതാബിൽ ഇബാറത്തിടും. അതെന്താ പറയാനുള്ള കാരണം? കോടതിക്ക് അവിടെ അത്ര ഇടപെടാൻ പറ്റുള്ളൂ. കാരണം കോടതിക്ക് ഇടപെടണമെങ്കിൽ ബാഹ്യമായി എന്ത് വേണം? എവിഡൻസുകൾ, തെളിവുകൾ വേണം. അതിവിടെ ലഭ്യമല്ല. പക്ഷേ ഈ 2 വ്യക്തികൾക്ക് അറിയാം. തൊലാഖിന് ഉദാഹരണം പറഞ്ഞാണ്, തൊലാഖ് സംഭവിക്കണമെങ്കിൽ ഒരിക്കലും ഷാഹിദിന്റെ ആവശ്യമില്ല. തൊലാഖ് ഇസ്ബാത്ത് ചെയ്യണമെങ്കിൽ ഷാഹിദിന്റെ ആവശ്യമുള്ളൂ. തൊലാഖ് സംഭവിച്ചെന്ന് കോടതിയിൽ ഇസ്ബാത്ത് ചെയ്യണമെങ്കിൽ ഷാഹിദിന്റെ ആവശ്യമുള്ളൂ. തൊലാഖ് സംഭവിക്കാൻ ഒരിക്കലും എന്തിന്റെ ആവശ്യമില്ല, ആ വാക്ക് പറഞ്ഞാൽ മതി. അപ്പോൾ അവിടെയൊക്കെ തദയ്യുന്നൊരു സാധനം വരും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഡിഫറെൻറ്റ് ഇഖ്തിലാഫുകൾ, അയിമത്തുകൾക്കിടയിൽ വന്ന ഇഖ്തിലാഫുകൾ ഇപ്പോൾ ഹനഫി ഇമാമിൻ്റെ അഭിപ്രായമല്ല, ശേഷം വന്ന അബു യൂസുഫ് തങ്ങളും ഇമാം രണ്ടാമത്തെ ശിഷ്യൻ്റെ പേരെന്താ, ഷെയ്ബാനി തങ്ങളും ഉപയോഗിക്കുന്നത്, രണ്ടാളും വേറെ അഭിപ്രായത്തിലേക്ക് എത്തുന്നുണ്ട്. എന്നാൽ ഷാഫി മദ്ഹബിലേക്ക് എത്തുമ്പോൾ വേറെ ഡിഫറൻറ്റിലേക്കാണ് പോണത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. പക്ഷെ ഇതിനൊക്കെ മേലത്തെ ലാസ്റ്റ് പറഞ്ഞ വിഷയം എന്താണ്? മനുഷ്യനാകുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നത്? തെക്ലീഫാണെങ്കിലും അതല്ലെങ്കിൽ ഈ റിവാർഡ് എന്നുള്ള സാധനം വരുന്നുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ, ഒമൻ ഇജ്തഹദ ഫലഹു അജ്റു ഫഅസാബ ഫലഹു അജ്റാൻ വഅഖ്ത ഫലഹു അജ്റു വാഹിദ് എന്നുള്ള സാധനമുണ്ട്. ഈ റിവാർഡൊക്കെ നമുക്ക് കൊണ്ടുപോയി കണക്ട് ചെയ്യാൻ പറ്റിയ സാധനം ഹ്യൂമൻ എന്നുള്ളതിലേക്കാണ്.
നേരെ മറിച്ച് മെഷീനിലേക്ക് ആകുമ്പോൾ ഈ തക്ലീഫ് എന്നുള്ള അടിസ്ഥാനപരമായ ആ കൺസെപ്റ്റിന് ഇറലവൻ്റായി പോവാണ്. അതൊരു പ്രശ്നം വരുന്നുണ്ട്. പിന്നെ അവിടെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്, ഈ AI ഉണ്ടാക്കുന്നത് മനുഷ്യൻ തന്നെയാണല്ലോ, ഈ AI ക്രിയേറ്റ് ചെയ്യണത് ഹ്യൂമൻ തന്നെയാണല്ലോ. അപ്പോൾ ആ ഉണ്ടാക്കിയ ബിൽഡേഴ്സിലേക്ക് നമുക്കിതിനെ കണക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. അതൊരു ഭയങ്കര ചോദ്യമാണ്. അത് ഒറ്റയ്ക്ക് ഉത്തരം പറയാൻ പറ്റില്ല. കാരണം ഏതൊരു ബിൽഡേഴ്സും അതിൻ്റെ ടേംസ് ആൻഡ് അഗ്രിമെൻറ്റിൽ ഫസ്റ്റ് കൊടുക്കുന്ന സാധനം നമ്മളൊരു ചോദ്യമില്ല എന്നുള്ളതാണ്. നമ്മളെ അഗ്രിമെൻറ്റിൽ ഫസ്റ്റ് സൈൻ ചെയ്യുമ്പോൾ കൊടുക്കുന്ന സാധനം എന്താണ്, അത് വായിച്ചു നോക്കാറില്ല. കാരണം വായിക്കാതിരിക്കാൻ വേണ്ടി ഏറ്റവും മിനിമൈസ് ചെയ്തിട്ട് എഴുതുക. അതിൽ ഫസ്റ്റ് പറഞ്ഞ സാധനം ഇതുകൊണ്ടുണ്ടാകുന്ന കോൺസിക്വൻസിന് നമ്മൾ ഉത്തരവാദിയല്ല എന്നുള്ളതാണ്. അപ്പോൾ എന്താ പറയുക, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇനി ഒരു റീസണിങ്ങിനുള്ള സ്കോപ്പ് എന്തായാലും ഈ ഒരു തക്ലീഫ് വെച്ചുകൊണ്ട് നമുക്ക് പറ്റൂല. പക്ഷെ നേരത്തെ ഡിസ്കഷനിൽ വന്ന പോലെ ഇപ്പോൾ ഒരു നാക്കിലിൻ്റെ സ്കോപ്പ് ഉണ്ടല്ലോ. ഇപ്പോൾ ഹദീസിൻ്റെ ഒരു ടൈമിൽ ഓറൽ ട്രാൻസ്മിഷൻ്റെ ശേഷം കോഡിഫിക്കേഷൻ്റെ ശേഷം ഒരു ചർച്ച വരുന്നുണ്ടല്ലോ, നമുക്കിനി കിതാബെന്ന് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ അതോ വ്യക്തികളിൽ തന്നെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഖിലാഫിൻ്റെ ശേഷം പണ്ഡിതന്മാർ കിതാബെന്ന് നോക്കിയിട്ട് നേരെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഫുഖാക്കൾ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതേപോലെ ഒരു നാക്കിലിൻ്റെ സ്ഥാനത്തേക്ക് എനിക്കൊരു കുറേ ഫത്തുകൾ ഓൾറെഡി അവൈലബിൾ ആണ്. ഈ ഡാറ്റയിൽ നിന്നിപ്പോൾ നമുക്ക് നമ്മളെ മദ്ഹബിൽ തന്നെ നമ്മൾ അതോറിറ്റി കൊടുക്കണ ഒരു പണ്ഡിതൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു നാക്കിലിന് സ്പേസിലേക്ക് എനിക്കൊരു AI ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റൂലേ? തീർച്ചയായും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഷാമിൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന പോലെ, അൽ മക്തബത്തു ഷാമിൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന പോലെ നക്കലുകൾക്ക് വേണ്ടി നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാം. അതൊന്നും പ്രശ്നമില്ല. എൻ്റെ സംശയം നേരത്തെ പറഞ്ഞു കമ്പ്യൂട്ടർ ഓപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞില്ല പോലെ. അപ്പോൾ ഒരു ഫയൽ ഫെയിലിയർ വന്നു ഓപ്പറേഷൻ നടക്കുന്നതിൻ്റെ ഇടയിൽ. അപ്പോൾ ഈ സ്വാഭാവികമായിട്ടും ഈ യന്ത്രത്തിന് എവിടെയാണ് ചെയ്തു നിർത്തിയ അതേ ഓർമ്മ ഉണ്ടാവുള്ളൂ. അതിൻ്റെ ശേഷം വന്ന ബ്ലീഡിങ്ങുകൾ മറ്റുള്ളതൊന്നും അറിയില്ല. മനുഷ്യനാണെങ്കിൽ അങ്ങനെയല്ലല്ലോ, അവന് ആ സാഹചര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ സ്വന്തമായിട്ട് ചിന്തിക്കാൻ കഴിയുന്നില്ല, സ്വപ്നം കാണാൻ കഴിയുന്നില്ല. അതൊക്കെ അതിൻ്റെ പരിമിതികളാണ്. ഇപ്പോഴും അങ്ങനെയാണ്, ഇനി കുറച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുമെന്നറിയില്ല. അതുപോലെ തന്നെ ഇൻറ്റൻഷനായിട്ട് ഒരു ആൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് വൈറസും മറ്റെന്തെങ്കിലുമൊക്കെ കയറ്റി പ്രയാസപ്പെടുത്താം, പ്രോഗ്രാം തകരാറിലാക്കാം. എൻ്റെ ചോദ്യം അങ്ങനെ വല്ല സാധ്യതയുണ്ടോ എന്നുള്ളതാണ് എനിക്ക് വേണ്ടത്. അങ്ങനെ വല്ല സാധ്യതയുണ്ടോ? അതായത് ഏത് പ്രോഗ്രാം ആണെങ്കിലും മനഃപൂർവ്വം അത് ഇപ്പോൾ ഇസ്ലാമിക ഫത്വയുടെ വിഷയമാണ് പുസ്തകം സംസാരിച്ചത്. അത് ഇപ്പോൾ സയനിസ്റ്റുകളെ പോലുള്ള ആളുകൾ മനഃപൂർവ്വം ഇപ്പോൾ ദാറുൽ തന്നെ ഒരു പ്രോഗ്രാം ഉണ്ടാക്കി നിർന്നതാണ്. അതിനകത്ത് മിസ്ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പാവപ്പെട്ട ആളുകളാണ്, അറിവില്ലാത്ത ആളുകളാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടുതൽ പ്രയോജനപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അവരെ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം തെറ്റായ വിവരങ്ങൾ ഫീഡ് ചെയ്യാനുള്ള സാധ്യത കൂടി ഇതിലില്ല എന്നാണ് എൻ്റെ ചോദ്യം. താങ്ക് യു. റെലവൻ്റായ ക്വസ്റ്റ്യനാണ്. തീർച്ചയായിട്ടും സാധ്യതകൾ ഉണ്ടെന്നുള്ളതാണ്. കാരണം നമ്മളിപ്പോൾ നിലവിൽ ഉപയോഗിക്കുന്ന AI തന്നെ ഇപ്പോൾ ഓൺഗോയിങ് നമ്മളെ മിഡിൽ ഈസ്റ്റ് ഇഷ്യൂസ്, ഫലസ്തീനുമായി ബന്ധപ്പെട്ട സാധനം എടുത്തു നോക്കാൻ നമുക്കിത് കിട്ടൂല. ഇപ്പോൾ ഫലസ്തീനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ChatGPT പ്രീമിയം വാങ്ങിയാൽ വരെ, ഞാൻ പ്രീമിയം യൂസ് ചെയ്ത ഒരാളായിട്ട് പറയാണ്, അത് നമുക്ക് അവൈലബിൾ അല്ല ഡാറ്റാസ്. ഇപ്പോൾ ഫലസ്തീൻ്റെ ഒരു ഹയ്യത്തുൽ ഉലമാഇൽ ഫിലസ്തീൻ എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട മുഴുവൻ ഫത്വകളും ആ സൈറ്റിൽ ലഭ്യമാണ്. എന്നാൽ പറഞ്ഞോട് പ്രശ്നം ഉണ്ടല്ലോ വിചാരിക്കുന്നു. എന്നാൽ നമ്മൾ ഫലസ്തീനിൽ നടക്കുന്ന യുദ്ധത്തെ ജിഹാദ് വിളിക്കണോ എന്നൊരു ചർച്ച ഉലമാക്കൾക്കിടയിൽ ഡിബേറ്റബിൾ ടോപ്പിക്കാണ്. പ്രത്യേകിച്ച് സുന്നി സലഫി പണ്ഡിതന്മാർക്കിടയിൽ ഭയങ്കര ഡിബേറ്റബിൾ ആയ ടോപ്പിക്കാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രതിരോധമാണോ, മുഖാവമ ഫിലസ്തീനിയാണോ, അതല്ല ഇത് ഒക്ടോബർ 17 തുടങ്ങുന്ന സാധനം, ഒക്ടോബർ 7 അല്ലേ, ഒക്ടോബർ 7 ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് ആണോ? കാരണം അവർ തുടങ്ങിയത് കാരണമായിട്ടാണല്ലോ ഈ സാധനങ്ങൾക്ക് പിന്നീട് ഇപ്പോൾ ഗസ എന്നുള്ള സാധനം പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു. അപ്പോൾ ഇതൊരു ആത്മഹത്യ അറ്റംപ്റ്റ് അല്ലേ? ഇതിനെന്തിനാണ് നമ്മൾ ശരീരത്തിൽ നമ്മൾ അത് ജിഹാദ് എന്ന് പറയുന്നത് എന്തിനാണ് നമ്മൾ ഗൾഫ് രാജ്യങ്ങൾ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുന്നത് എന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യനുകളുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു പഠനത്തിൻ്റെ ഭാഗമായി പല വിഷയങ്ങൾ നമ്മൾ AI നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ലഭ്യമല്ല. ഇത് കിട്ടുന്ന സോഴ്സ് ഫുൾ എന്താണ്, നെഗറ്റീവാണ്. അതേ സമയത്ത് നമ്മൾ ഇവരുടെ സൈറ്റിൽ പോയി നോക്കുകയാണെങ്കിൽ നമുക്കിത് കിട്ടും. പക്ഷെ നമ്മൾ ആ സൈറ്റ് യൂസ് ചെയ്ത് അരമണിക്കൂർ ചിലപ്പോൾ ആ സൈറ്റ് പോകും, ടൈം ഔട്ടോ. ഈവൻ നമ്മൾ സെർച്ച് ചെയ്യുന്നത് ഒരു ഗൾഫ് രാജ്യത്ത് നിന്നായിട്ട് പോലും പ്രശ്നം സംഭവിക്കുകയാണ്. അപ്പോൾ ഈ മിസ്ലീഡ് ചെയ്യാന്നുള്ള ചാൻസ് കൂടുതലാണ്. കാരണം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ
സയനിസ്റ്റുകൾക്കെതിരെയുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിനെ മാക്സിമം വെളുപ്പിച്ചിട്ട് നമുക്ക് മറുപടി തരുള്ളൂ. എത്ര പറഞ്ഞാലും എത്ര കുത്തി ചോദിച്ചാലും നമുക്ക് ഉത്തരം കിട്ടൂല. എൻ്റെ അനുഭവം അങ്ങനെയാണ്. അതുകൊണ്ട് എങ്ങനെയായാലും കാരണം ഇതിൻ്റെയൊക്കെ ഫൗണ്ടേഴ്സ്, ഇതിനെ പ്രോഗ്രാം ചെയ്യുന്ന ആളുകളൊക്കെ നിർഭാഗ്യവശാൽ നമ്മുടെ ഉമ്മത്തല്ല എന്നുള്ളത് കൊണ്ട് നമ്മളങ്ങനെ എത്തിപ്പെടേണ്ടത് നമ്മൾ എത്തിപ്പെട്ടിട്ടില്ല എന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നിലവിൽ നേരിടുന്നുണ്ട്. മാത്രമല്ല പുതിയ പുതിയ ഏഐകളിലൊക്കെ ഇസ്ലാമിക് സാധനങ്ങളുടെ സോഴ്സുകളുടെ ലിമിറ്റ് വളരെ കൂടുതലാണ്. ഇപ്പോൾ GPT കുറേ നമ്മൾ ഉപയോഗിച്ച് ഡെവലപ്ഡായി വന്നിട്ടുണ്ട്. പക്ഷേ മറ്റുള്ള ഏഐകളിലൊക്കെ ഇസ്ലാമിക് സോഴ്സ് എന്ന് പറഞ്ഞാൽ നേരെ പോലെ വെബ്സൈറ്റിലേക്കാണ്. നിലവിൽ ലഭ്യമായ സൈറ്റുകളിലേക്ക് മാത്രം, അക്കാഡമിക് വർക്കുകളിലേക്ക് മാത്രമേ പോവുള്ളൂ. നേരെ മറിച്ച് നമ്മുടെ തുറാസിയ കിതാബിലേക്ക് ഇന്നും പലതും ഡിജിറ്റലൈസ്ഡ് അല്ല എന്നുള്ളതാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. നമ്മളൊന്നും തയ്യാറാവുന്നില്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്. നമ്മളൊരു മസല സെർച്ച് ആദ്യം കിട്ടില്ല എന്താണ്, ആദ്യം അവലംബിക്കുന്ന ഡാറ്റകൾ അക്കാഡമിക്കിൽ വന്ന ആർട്ടിക്കിൾസ് മാത്രമാണ്. അത് പൂർണ്ണമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല. കാരണം അത് എഴുതിയ ആളുകൾ ചിലപ്പോൾ മതബില്ലാത്ത ആളുകളാവാം, ചിലപ്പോൾ അത് നമ്മൾ അംഗീകരിക്കാത്ത വേറെ ആശയമുള്ള ആളുകളാവാം. അത് നിലക്ക് നമുക്ക് അംഗീകരിക്കാൻ പറ്റൂല. ഒരിക്കലും നിലവിൽ ഇതുവരെ ഇസ്ലാമിൻ്റെ മുഴുവൻ തുറാസുകൾ നമുക്ക് ഒരിക്കലും അത് ഡിജിറ്റലൈസ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ അങ്ങനെ ഒരു സാധനം നിങ്ങളൊക്കെ പറഞ്ഞ പോലെ, നിങ്ങളൊക്കെ ചോദിച്ച പോലെ നമ്മളൊക്കെ പണിയെടുക്കുകയാണെങ്കിൽ, ഉമ്മത്ത് അധ്വാനിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ നമുക്കൊക്കെ ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ ഇനിയും ഇങ്ങനെ സഹിച്ച് മുന്നോട്ട് പോകേണ്ടി വരും. വാക്കാണ്. പണ്ഡിതന്മാരുടെ വാക്കാവുമ്പോൾ അവിടെ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു ഉത്തരവാദിത്തോടെ ഉണ്ട്. ആര് പറഞ്ഞു, ഇയാൾ പറഞ്ഞു എന്ന് പറയാൻ പറ്റും. കഴിഞ്ഞൊരിക്കൽ നമുക്ക് ഫസലു അഹ്ലുദിക്കർ ഇൻകുന്തുല്ലാത്ത അലമെന്ന് പറഞ്ഞ മാതിരി അഹ്ലുദിക്കറിന്റെ കൺസെപ്റ്റിൽ ഇത് വരുമോ എന്നൊക്കെ ചോദിച്ചാൽ അത് ഞാൻ നേരത്തെ വൈൻജാക്കും ഫാസിക്കും പിന്നെ വൈൻ ഫതബയ്യനോ. ഈ തബീനായാലും ബുർഹാനായാലും ഇർഫാനായാലും ഇതൊക്കെ നമുക്ക് നിരുപാധികം ഏക്ക് കൊടുക്കാൻ പറ്റുമോ ചോദിച്ചാൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഉത്തരം. അപ്പോൾ അതൊരു ലൈബ്രറി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം, നമുക്ക് ഹെൽപ്പറായിട്ട് ഉപയോഗിക്കാം. പക്ഷേ ഒരു ഫൈനൽ ഡിസിഷനായിട്ട് നമുക്ക് ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പഠനം ഉണ്ടെന്ന് പറഞ്ഞില്ല. അത് പഠനത്തിൽ വന്ന സർവേയിൽ 83% ആളുകളും പറയണത്, അവരുപയോഗിച്ച ആളുകൾ പറയണത് ഉപയോഗിക്കാൻ പറ്റും, നല്ല റിസൾട്ട് അല്ല എന്നുള്ളതാണ്. ബാക്കി ഒരു 17% മാത്രമേ ഇത് ഉപയോഗിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ ആളുകളുള്ളൂ. ബാക്കിയുള്ളതൊക്കെ 83% പറഞ്ഞത് ഉപയോഗിക്കരുത് എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ സമയം അതിക്രമിച്ച് തോന്നുന്നുണ്ട്. കൺക്ലൂഡ് ചെയ്യാണ്. അജിം സർ വരുന്നുണ്ട്. അപ്പോൾ വൽഹാസിൽ നമ്മൾ ചുരുക്കി പറഞ്ഞാൽ ആദ്യം പറഞ്ഞ പോലെ AI എന്നുള്ളത് ഇറ്റ്സ് എ ലൈബ്രറി, ഇറ്റ്സ് എ ബിഗ് ലൈബ്രറി. നമുക്ക് ഹെൽപ്പിന് ഉപയോഗിക്കാം. ബട്ട് ഇറ്റ്സ് നോട്ട് എ ഇൻഡിപെൻഡന്റ് മുഫ്തി. വളരെ മുജ്തഹിദ് അല്ല എന്നുള്ളതാണ് നിലവിൽ നമ്മുടെ പഠനങ്ങൾ എത്തി നിൽക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഭാവിയിൽ നിങ്ങളൊക്കെ പറഞ്ഞ പോലെ പുതിയ AI ഒക്കെ വരികയാണെങ്കിൽ അപ്പോൾ നമുക്ക് റീതിങ്ക് ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഓക്കെ, ശുക്രൻ ലി ഹുസ്നി ഇസ്തിമാഇക്കും. ജസാക്കുമുല്ലാഹു ഖൈറൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.